Hello all, good morning to Diksha social work webinar. നമ്മൾ ദിക്ഷയുടെ സോഷ്യൽ വർക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വി വിൽ ബി സ്റ്റാർട്ടിങ് ജസ്റ്റ് നൗ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഈ ഒരു വെബിനാർ ദിക്ഷ നിങ്ങൾക്ക് അറിയുമായിരിക്കും, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ NTA നെറ്റിന്റെ പ്രിപ്പറേഷന് ഓൺലൈനായിട്ടും ഓഫ്ലൈനൊക്കെ ആയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, ഒരു ഓൺലൈൻ, എസ്പെഷ്യലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ദിക്ഷ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ദിക്ഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിഫറെന്റ് സെറ്റ് ഓഫ് വെബിനാർസ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, വി ഹാവ് പേപ്പർ 1ന്റെ വെബിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു, ബോത്ത് മീഡിയം ഓഫ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, ദെൻ സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, അറബിക്സ് പോലെയുള്ള ഡിഫറെന്റ് സബ്ജക്റ്റുകളുടെ വെബിനാർ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു, 2 or 3 weeks. ഇന്ന് വി ഹാവ് എ സോഷ്യൽ വർക്ക് വെബിനാർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എ ഇംഗ്ലീഷ് വെബിനാർ. നെക്സ്റ്റ് വീക്ക് വി ആർ പ്ലാനിങ് എ സോഷ്യോളജി ആസ് വെൽ എസ് പൊളിറ്റിക്കൽ സയൻസ് വെബിനാർ എക്സെട്ര. അപ്പം കൂടുതലായിട്ട് നെറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും ഒരു ജനറൽ ഗൈഡൻസ് കൊടുക്കുക, കാൻഡിഡേറ്റ്സിന് ജനറൽ ഗൈഡൻസ് കൊടുക്കുക, എക്സ്പേർട്സുമായിട്ട് സംശയങ്ങൾ തീർക്കാനുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുക പോലെയുള്ളതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട്, നമ്മൾ ഈ ഒരു വെബിനാർ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ദീക്ഷയുടെ ഭാഗമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കോഴ്സുകൾ, ചില പ്രൊവിഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഫൈനലി വിൽ ബി ഡിസ്കസിങ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ we have basically 3 ഗസ്റ്റുകൾ നമുക്കുണ്ട്. ആദ്യമായിട്ട് നിങ്ങളോട് ഒരു സോഷ്യൽ വർക്ക്, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഓക്കെ, അതിന്റെ ഒരു ഫ്യൂച്ചർ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ഹസൻ ഷിഹാബ് സർ, സീനിയർ റിസർച്ച് ഫെല്ലോ ആണ്, പ്രീവിയസ്ലി എ JRF ഹോൾഡർ, a senior research fellow at Department of Social Work, Jamia Millia Islamia. Okay, Jamia Millia Islamiyയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിലെ PG സ്കോളർ ആണ്, സീനിയർ റിസർച്ച് ഫെല്ലോ ആണ് ഹസൻ ഷിഹാബ് സാർ. ആദ്യം നിങ്ങളോട് സംസാരിക്കും ആസ്പെക്റ്റുകൾ, സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ വർക്ക്, അതിന്റെ ഫ്യൂച്ചർ പോലെയുള്ള കാര്യങ്ങളിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ബട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഒരു ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട, ഓക്കെ, ഷിഹാബ് സർ സ്പെസിഫിക്കലി എക്സാം ലെവലിലേക്കല്ല പോകുന്നത്, അതിനപ്പുറത്തേക്ക് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വി പ്രിഫർ ചാറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി, എൽസ് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ്. സോ ഷിഹാബ് സാർക്ക് ശേഷം വി ഹാവ് ഫാത്തിമ അമാനി, സോഷ്യൽ വർക്ക് അക്കാഡമിക് ഹെഡ്, ഓക്കെ, 3 times നെറ്റ് ഹോൾഡർ ഇൻ സോഷ്യൽ വർക്ക്. നിങ്ങളോട് നെറ്റ് എക്സാമിനെ കുറിച്ച്, സോഷ്യൽ വർക്കിന് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് പോലെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സിലബസ് ആസ്പെക്ടുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ വർക്ക് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അമാനിയും, അതുപോലെ തന്നെ വി ഹാവ് ഫൗസിയ, ഓക്കെ, റിസർച്ച് അസോസിയേറ്റ് ആണ് ദക്ഷിൺ ഫൗണ്ടേഷനിൽ, അഗെയിൻ നെറ്റ് ഹോൾഡർ ഇൻ സോഷ്യൽ വർക്ക്. നിങ്ങളോട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ആസ് എ ഫൈനൽ ആസ്പെക്റ്റിൽ അവസാനമായിട്ട് ഐ വിൽ ബി അഗെയിൻ ഡീലിംഗ് വിത്ത് ജസ്റ്റ് സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട് റിഗാർഡിംഗ് ദ ഹൗ ദിക്ഷ വർക്ക്സ് ആൻഡ് പേപ്പർ 1. ഓക്കെ, എങ്ങനെയാണ് ദിക്ഷ വർക്ക് ചെയ്യുന്നത്, സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ദിക്ഷയുടെ പ്ലാൻ എന്താണ്, അതുപോലെ ദിക്ഷ പേപ്പർ 1ന്റെ സിഗ്നിഫിക്കൻസ് വളരെ 10 to 15 minutes നിങ്ങളോട് സംസാരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദ ഹോൾ പ്രോഗ്രാമിന് നമ്മളൊരു സ്ട്രക്ചർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മളെ ടീം ചാറ്റ് ബോക്സ് എപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേണ്ടതില്ല. ഓക്കെ, അവസാനം ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ്. സോ കൂടുതൽ ഒന്നും പറയുന്നില്ല, ഫൈനലി ഹൗ വർക്ക്സ് എന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ വർക്ക്, ദ സ്കോപ്പ്, ഫ്യൂച്ചർ പോലെയുള്ള ആസ്പെക്ടുകളെ കുറിച്ച്, സോഷ്യൽ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ടുള്ള ഹസൻ ഷിഹാബ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്, ഹി വിൽ ബി ഹിയർ. Thank you so much, Anis. Thank you so much, all people who have joined us from different parts of the country and the state, of course. ഇന്നൊരു സൺഡേ ആണ്, അതിലുപരി ലോക്ക്ഡൌണിന്റെ സമയമൊക്കെയാണ്. ഒരു നൂറ്റാണ്ടിലെ ഒരു പാൻഡമിക്കിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം മുമ്പ് നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ചില സമയം അവര് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കടന്നുപോയ ഒരു സാഹചര്യമായിരുന്നു സ്പാനിഷ് ഫ്ലൂ, 1918 സ്പാനിഷ് ഫ്ലൂ. അതിനുശേഷം 2019 വന്ന കോവിഡ്, ഏറ്റവും ലാസ്റ്റ് December 19 വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും, പിന്നെ അതുകൊണ്ട് COVID-19 എന്നുള്ള പേരിൽ അതൊരു പാൻഡമിക്കായി WHO January 8 തോന്നുന്നു പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് എക്കോണമി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ
നമ്മുടെ അക്കാഡമിക്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കൂട്ടം ആണല്ലോ ഇതിന്റെ ഒരു പ്രശ്ന മേഖല. അപ്പൊ അതുകൊണ്ട് ആൾക്കൂട്ടം കയറുന്ന ഇടങ്ങളൊക്കെ കൊറോണയുടെ വാഹകരായി മാറുന്ന, കൊറോണ വിഹരിക്കുന്ന ഏരിയകളായി മാറുന്നത് കാരണത്താൽ ഇന്ന് നമ്മുടെ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, അതേപോലെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ ഇന്ന് ക്ലോസ് ഡൗൺ ആണ്. വൺ ഓഫ് ദ മേജർ സെക്ടേഴ്സ് ആണ് ഈ ഒരു കൊറോണ പാൻഡമിക് കാരണം മോസ്റ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയി കേൾക്കാവോ? യെസ്, താങ്ക് യു. അപ്പോ സോഷ്യൽ വർക്കിനെ പറ്റിയാണ് ഞങ്ങള് ഒരു 2 മാസം മുമ്പ് ASAP പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും സെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അതേപോലെ ഡിഗ്രി കുട്ടികൾക്കും അവരുടെ കഴിവ് പരിപോഷിപ്പിക്കുവാനും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹാർഡ് സ്കിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഗവൺമെന്റ്. പ്രീവിയസ്ലി ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ മുമ്പ് ഒരു വെബിനാർ നടത്തിയിരുന്നു. അപ്പൊ അതില് എനിക്ക് IFSW ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്കിലെ സെക്രട്ടറി ജനറൽ റോറി ട്രുവൽ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ IFSWയുടെ സൈറ്റിലൊക്കെ പോവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തെ ഗസ്റ്റായി ക്ഷണിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കൊറോണ പാൻഡമിക്കിൽ എങ്ങനെ സോഷ്യൽ വർക്കിന് ഗ്ലോബൽ ലെവലിൽ വലിയൊരു കോൺട്രിബ്യൂട്ടിങ് ഒരു ഏജൻസിയായി അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനായി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ ഓർക്കുന്നു, ഞാൻ MSW ചെയ്യുന്ന സമയത്ത് 2012-14 എന്റെ MSW ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒട്ടധികം റിസോഴ്സ് പേഴ്സൺസ് ഫ്രം ദ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് വരികയുണ്ടായി. ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ, അതേപോലെ IGNOU പോലെ, അതേപോലെ വിദേശ യൂണിവേഴ്സിറ്റി എന്നൊക്കെ. അപ്പൊ അന്ന് IGNOUലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ ഡയറക്ടർ ആയിരുന്ന, ഇപ്പോഴും അദ്ദേഹം ആണോ എന്ന് എനിക്കറിയില്ല, ഗ്രേഷ്യസ് തോമസ് എന്ന് പറഞ്ഞ ഒരു വാക്കുകളുണ്ട് ഞങ്ങളോട്. അതായത് സൊസൈറ്റിയിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ പല വോള്യൂമിലായിരിക്കും, പല മൾട്ടിറ്റ്യൂഡ് പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു വലിയൊരു ഡിസിപ്ലിൻ ആണ് സോഷ്യൽ വർക്ക് എന്നുള്ളത്. എല്ലാം കൊണ്ടും 100% അല്ലെങ്കിൽ ഒരു 90% സൊല്യൂഷനും ഈ കൊടുക്കുന്ന ഡിസിപ്ലിൻ ആണ് എന്നതല്ല. പക്ഷെ എവിടൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ അവിടൊക്കെ എന്താ പറയാ സോഷ്യൽ വർക്കിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ജനങ്ങളുടെ പ്രശ്നം പല രൂപത്തിലാണ്. ഇക്കണോമിക് ആവാം, മെന്റൽ ആവാം, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആവാം. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 4 മാസം ലോക്ക്ഡൌണിന്റെ ഇടയിൽ. നമ്മുടെ കേരള ഗവൺമെന്റ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൊക്കെ എന്നോട് ചാറ്റ് ചെയ്യാം കേട്ടോ. ഐ മീൻ ഒരു യെസ് എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ, കാരണം വെച്ചാല് ഒരു കോൺവെർസേഷൻ ആണല്ലോ. അതിലിപ്പോ ഞാൻ എന്റെ ഒരു എന്താ പറയാ വീഡിയോ ആണ് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, എന്റെ വീഡിയോ ആണ് ഞാൻ ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഞാൻ നമ്മളോട് മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്നുകൂടി എൻഗേജ്ഡ് ആയിക്കോളി. പിന്നെ ഇതില് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നതിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവും ബാക്കിയുള്ള ആൾക്ക്. ചില ആൾക്കാരുടെ പല സാഹചര്യത്തിലായിരിക്കും ആൾക്കാർ വീട്ടിൽ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിലുകൾ ഉണ്ടാവും, പാത്രങ്ങളൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പല ശബ്ദങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അന്ന് ആരോ പറഞ്ഞതുപോലെ ഓരോ ശബ്ദത്തിലും ഓരോ മ്യൂസിക് ഉണ്ട്, ഓരോ സംഗീതമുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് കാവ്യാത്മകമായി പറയാമെങ്കിലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ അത് നമുക്ക് ഒരു ന്യൂസൻസ് ആയി മാറാറുണ്ട്. ഏതായാലും ജോക്സ് അപ്പാർട്ട്, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അദ്ദേഹം അന്ന് പറയുകയുണ്ടായി, ഞങ്ങൾക്കൊരു ആ ഒരു രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ആയിരുന്നു അന്ന് അദ്ദേഹം സോഷ്യൽ വർക്കിന്റെ ആദ്യത്തെ ബാച്ച് ആയിരുന്നു ഞങ്ങൾക്ക് ഒന്ന് തന്നത്. അപ്പൊ അതിനുശേഷം IGNOU ഒന്ന് ഇടയ്ക്കൊരു പറയുകയാണെങ്കിൽ IGNOUവിന്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് ഒരു 360 ആംഗിളിൽ സോഷ്യൽ വർക്കിനെ കാണുന്ന രീതിയിലുള്ള മെറ്റീരിയൽസുകളാണ് IGNOU കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ eGyan കോഴ്സ് എന്നുള്ള ഒരു സംവിധാനത്തെ പറ്റി നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. അധികം ആൾക്കാർക്കും പരിചയം ഉണ്ടായിരിക്കും. അപ്പോ അതില് വലിയൊരു റെപ്പോസിറ്ററി ഓഫ് നോളജ് ആണ് സോഷ്യൽ വർക്കിന്റെ വ്യത്യസ്ത ആസ്പെക്ടുകളായ കേസ് വർക്ക് ആയാലും, ഗ്രൂപ്പ് വർക്ക് ആയാലും, കമ്മ്യൂണിറ്റി വർക്ക് ആയാലും, സോഷ്യൽ ആക്ഷൻ ആയാലും, അഡ്വക്കസി ആയാലും, അതേപോലെ ബാക്കിയുള്ള ആസ്പെക്ടുകളൊക്കെ ഏതൊക്കെ ആസ്പെക്ടുകളിൽ സോഷ്യൽ വർക്ക് നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊക്കെ ഉള്ള
ഒരു നല്ലൊരു വായനയായിരിക്കും നിങ്ങൾക്ക് ഇഗ്നോ മെറ്റീരിയൽസിൽ നിന്ന് കിട്ടുക. കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ തന്നെ. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾക്ക് അടുത്താണ്, അവിടെ മൈതാൻഗഡിയിലാണ് അതിന്റെ എന്താ പറയാ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അവിടെ ഇപ്പോ വളരെ അടുത്ത കാലം വരെ അതിന് റെഗുലർ കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് എടുത്തു മാറ്റി ഇപ്പോ എല്ലാം ഓപ്പൺ കോഴ്സ് വഴിയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഓപ്പൺ കോഴ്സ് പഠിച്ചതിന് ശേഷം JRF ക്ലിയർ ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ എന്റെ അറിവിലുണ്ട്. അപ്പൊ എന്നും പഠനം ഒന്നിനും റെഗുലർ ആയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണോ എന്നത് അല്ല മാറ്റർ ചെയ്യുന്നുള്ളത്. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ്, എത്രമാത്രം ക്ലാരിറ്റിയോടെയാണ്, എത്രമാത്രം സ്വന്തത്തോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പഠനത്തിൽ വിധേയരാവുക എന്നത് കൂടി മാറ്റർ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പൊ അതില് ഈ അടുത്ത് എനിക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരാള് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഒന്നിനും എന്താ പറയാ, ഒന്നിനും എന്തും തടസ്സമല്ല. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്ത് ഇഷ്ടംപോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും അതേപോലെ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ ആർട്ടിക്കിൾ സ്റ്റോറുകൾ തുറന്നു കൊടുക്കുകയുണ്ടായി ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ മിഷിഗൻ യൂണിവേഴ്സിറ്റി എന്നുള്ള സോഷ്യൽ വർക്കിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഉണ്ടാവും. ഓസ്ട്രേലിയയിലെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഉണ്ടാവും. അതേപോലെ UK നിന്നുള്ള വ്യത്യസ്ത സസെക്സ് യൂണിവേഴ്സിറ്റി ആയാലും വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും IDS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സസെക്സിലുള്ള ഒരു സ്ഥാപനമാണ്. സോഷ്യൽ വർക്കിലെ ഒരു ആസ്പെക്ട് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഉപജീവനത്തിൽ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് IDS. അപ്പൊ അവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ഓൺലൈൻ സാധനങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾ വായനയിൽ ഉപയോഗപ്പെടുത്തുക. കാരണം ഗ്ലോബൽ കോണ്ടെക്സ്റ്റും അതേപോലെ ഗ്ലോബൽ ആസ്പെക്ട് നമ്മുടെ വായനയിൽ ഉണ്ടാവുന്നത് വളരെയേറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തത്തെ ബിൽഡ് ചെയ്യാനും അതേപോലെ സോഷ്യൽ വർക്ക് നോളജ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാനും അതിന്റെ റെപ്പോസിറ്ററി ഉണ്ടാക്കി വെക്കാനൊക്കെ ഉപകാരപ്രദമാണ് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC നെറ്റ് ഇങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണ്. അപ്പൊ അതിനുശേഷം എനിക്ക് ശേഷം ഫാത്തിമ അമാനി മാഡം അവരായിരിക്കും ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അവർ കയ്യിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. കാരണം ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ വളരെ കുറവാണ് ഉപയോഗപ്പെടുത്തുക. കാരണം ഒരു എന്താ പറയാ, ഒരു ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ്. 10,34,000-ലധികം ആൾക്കാർ അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ വർഷത്തെ UGC നെറ്റ് എക്സാം. 84ഓളം വിഷയങ്ങളിലാണ് ഈ നെറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് കുറച്ചും കൂടി കട്ട് ഓഫിനൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ JRF നമുക്ക് ലഭ്യമാവും. JRFന്റെ ഇതൊക്കെ ഫെലോഷിപ്പ് എമൗണ്ട് ഒക്കെ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് അധികരിപ്പിച്ചിരുന്നു. 28,000 രൂപയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ 35,000-ഓളം രൂപ ഇത് വെറും സ്കോളർഷിപ്പ് എമൗണ്ടും പിന്നെ അതിനോട് കൂടെ HRA കണ്ടിൻജൻസി ആയിട്ടുള്ള വർഷത്തിലൊരിക്കൽ കിട്ടുന്ന കണ്ടിൻജൻസി എമൗണ്ട് ഒക്കെ ആയിക്കൂട്ടി ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് എമൗണ്ട് ഇന്ന് സോഷ്യൽ വർക്ക് റിസർച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു നല്ലൊരു എമൗണ്ട്, ഒരു അത്യാവശ്യം നല്ലൊരു ഡീസന്റ് എമൗണ്ട് ആണ് ഇന്ന് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2018 വരെ CBSE ആയിരുന്നു ഈ ഒരു നെറ്റ് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെതായ വ്യത്യസ്ത, അതിനു മുമ്പ് UGC ആയിരുന്നു. അപ്പൊ UGCയുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലൊക്കെ ആയിരുന്നു, കോളേജുകളിലൊക്കെ ആയിരുന്നു അന്ന് എക്സാം നടത്തിയിരുന്നത്. പിന്നെ CBSE ഏൽപ്പിച്ചപ്പോൾ CBSE 2014 മുതൽ 2014 തോന്നുന്നു CBSE ഏൽപ്പിച്ചപ്പോൾ CBSE അവരുടെ വ്യത്യസ്തങ്ങളായ സ്കൂളുകളിലായിരുന്നു ഈ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതിനുശേഷം 4 വർഷത്തിന് ശേഷം വീണ്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഒരു ഏജൻസി, മൊത്തം ഒരു അംബ്രല്ല ഒരു ഏജൻസി ഉണ്ടാക്കി. അതിലാണ് ജോയിന്റ് എൻട്രൻസ് എക്സാമും അതേപോലെ നീറ്റ് എക്സാമും CMAT എക്സാം അതേപോലെ ബാക്കിയുള്ള എല്ലാ ആപ്റ്റിറ്റ്യൂഡ് നിർണ്ണയിക്കുന്ന എക്സാമുകളൊക്കെ എൻട്രൻസിന്റെ രൂപത്തിൽ ഇപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോയിഡയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോ ഏറെക്കുറെ വിവരങ്ങളൊക്കെ നമ്മൾ ഈ NTA സൈറ്റിൽ കയറി കഴിഞ്ഞാലും അതേപോലെ UGCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോഷ്യൽ വർക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, മൊഡ്യൂൾസ് ഉണ്ടാവും. അതൊക്കെ എടുത്തു നോക്കി എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്താണ്, മോഡൽ എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം 3 പേപ്പറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ 2012 മുതൽ മുന്നോട്ടൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതായത് എസ്റ്റേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. പിന്നെ അത് എടുത്തു മാറ്റി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി.
അപ്പൊ അതില് ബബിൾ ചെയ്യുന്ന രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ബബിൾ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നിങ്ങളെ ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാരെ ഇതില് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ? സോ ഇതൊക്കെ അതായത് നെറ്റ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടല്ലോ. അപ്പോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ യെസ് ജുബിൻ ഷാ യെസ് യെസ് നല്ലത്. അപ്പോൾ ഞാൻ ഏറെക്കുറെ ഈ PG പഠിക്കുന്ന കുട്ടികളോടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോ 3 വർഷക്കാലം നമുക്ക് സമയമുണ്ട്. അതായത് JRF നമ്മൾ നേടിക്കഴിഞ്ഞാൽ തന്നെ 3 വർഷത്തിന്റെ ഉള്ളിൽ സോഷ്യൽ വർക്ക് റിസർച്ചിലേക്ക് കയറാനുള്ള അവകാശമുണ്ട്. ഇത് 2 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏത് വർഷമാണ് ഇത് ചാലുവായത് എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഓക്കെ. ഇത് ആയതെന്ന് എനിക്കറിയില്ല. കാരണം മുമ്പ് 2 വർഷമായിരുന്നു ഇതിന്റെ സമയം. അതായത് നിങ്ങളുടെ കയ്യിൽ JRFന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മുതൽ 2 വർഷമുള്ള സമയത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ സോഷ്യൽ വർക്ക് റിസർച്ചിൽ എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ JRF ലാപ്സ് ആയി പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതത് മാറ്റിയിട്ടുണ്ട്, 3 വർഷം വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ MSW ചെയ്യുന്ന ഫസ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുവഴി അതിന്റെ ഒരു എന്താ ഓക്കെ ഇതിന്റെ ഒരു നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റും. നിങ്ങളുടെ ഒരു തിയറിറ്റിക്കൽ ബേസും അതേപോലെ നോളജ് ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ആയിരിക്കും. അത് ഞാൻ പറയാം, വാട്ട് ഈസ് ദി ഏജ് ലിമിറ്റ് ഫോർ JRF എന്നൊക്കെ. അത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ പ്രോആക്റ്റീവായി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. കാരണം അത് കഴിഞ്ഞ് പിന്നെയുള്ള സമയത്ത് അത് കഴിഞ്ഞ് അതായത് എക്സാം അറ്റൻഡ് ചെയ്ത് പിന്നെയുള്ള നിങ്ങളുടെ കോഴ്സ് പെർസ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊരു വലിയ രീതിയിൽ നമ്മളെ ഉപകാരപ്പെടുത്തുന്ന ഒരു ഫാക്ടറാണ്. കാരണം ഒന്നുകൂടി കോൺസെൻട്രേഷൻ കൊടുത്ത് ഫോക്കസ്ഡ് ആയി നമ്മുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുവാനും പിന്നെ ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിൽ പോസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇനി സോഷ്യൽ വർക്കിന്റെ ഒരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക 954ഓളം യൂണിവേഴ്സിറ്റികളാണ് ഇന്ന് രാജ്യത്തുള്ളത്. 945ഓളം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റാണ് ഇന്ന് UGCയുടെ സൈറ്റ് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നൊക്കെ അറിയാമായിരിക്കും. അറിയാവോ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്താണ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്താണ്, അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്താണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്താണെന്നൊക്കെ. അപ്പൊ ഇന്ന് രാജ്യത്ത് 53ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. വ്യത്യസ്ത കേരളത്തിലുള്ള ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആവട്ടെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഗ്ലോബൽ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ആവട്ടെ, അതൊക്കെ ഈ യൂണിവേഴ്സിറ്റി ആവട്ടെ. അപ്പൊ ഇതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാറ്റഗറിയിൽ പെടുന്ന യൂണിവേഴ്സിറ്റികളാണ്. കുറച്ചൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പിന്നെ കാലാനുസൃതം പ്രത്യേക ആക്ട് വഴി ഇത് എന്താ പറയാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന്. അപ്പൊ ഇതൊക്കെ അങ്ങനെ വന്ന ഒരു 43 ആയിരുന്നു 2014 സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ 10 യൂണിവേഴ്സിറ്റികൾ കൂടി 53 ആയിട്ടുണ്ട്. 2009 ഒന്നിച്ച് വന്ന ഒരു 12ഓളം വന്ന യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ, പിന്നെ ഒഡീഷ, അതേപോലെ ഗുജറാത്ത്, അങ്ങനെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ. അപ്പൊ ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി റൂറൽ ഡെവലപ്മെന്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാർലമെന്റിൽ പാസ്സാക്കി 2009 പാസ്സാക്കി ഒരു പ്രത്യേക ഒരു ആക്ട് വഴി ഇത്തരം യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിലൂടെ വ്യക്തമാകുന്നുള്ളത് ആ ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അപ്പൊ അന്ന് സ്വാഭാവികമായും കാസർഗോഡാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ അതേപോലെ കർണാടകയിലാണെങ്കിൽ അവിടുത്തെ ഒരു കുറച്ചും കൂടി നോർത്തേൺ പാർട്ട് ഓഫ് കർണാടക, കല്യാൺ കർണാടക കുറച്ചുകൂടി ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് കുറച്ച് ഈ ഡ്രൗട്ട്സുകളും രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡ്രൗട്ട് ഒക്കെ വരുന്ന ഒരു ഏരിയയിൽപ്പെട്ട ഒന്നാണ്. ബുദ്ധിയൽഖണ്ഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്തേൺ കർണാടക ഒക്കെ. അപ്പൊ അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കടകഞ്ചി എന്നുള്ളൊരു ഏരിയയിൽ കലബുർഗി ഡിസ്ട്രിക്റ്റിൽ വന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. അതേപോലെ ഹരിയാനയിലും കുറച്ചും കൂടി റൂറൽ ഏരിയയിൽ വന്നതാണ്. പിന്നെ ഹിമാചൽ ആണെങ്കിൽ ധരംശാലയില്, ഗാന്ധി നഗർ, ഗുജറാത്ത്. അപ്പൊ ഇതില് നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏകദേശം MSW സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. സോഷ്യൽ വർക്ക് 2012 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ വന്നത്. ആ സമയത്തായിരുന്നു ഞങ്ങൾ അതിൽ എൻറോൾ ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ വ്യക്തമാക്കുന്നത്
ഈ ഒരു MSWന്റെ അപാര സാധ്യത എത്ര മാത്രമാണ്, പ്രൊഫൗണ്ട് ആണ്. റൂറൽ ഡെവലപ്മെന്റിലായാലും അതേപോലെ ലൈവ്ലിഹുഡ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസിലായാലും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലായാലും പിന്നെന്താ പറയാ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസിലായാലും അതേപോലെ എന്താ പറയുക ഗ്രൂപ്പ് വർക്കും ബാക്കിയുള്ള ആസ്പെക്ടുകളൊക്കെ സോഷ്യൽ ആക്ഷൻ ആയാലും ഇതൊരു അലൈഡ് ഒരു സബ്ജക്ട് ഡിസിപ്ലിൻ കൂടിയാണ്. സൈക്കോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഏതെങ്കിലും ഒരു വിധത്തിൽ കണക്ട് ചെയ്യാൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഏതൊക്കെ യു നെയിം ഇറ്റ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ വർക്കിനെ നമുക്ക് അലൈ ചെയ്യാൻ പറ്റുന്നോ അതിലൊക്കെ ഒരു ബെറ്റർ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഒരു ഡിസിപ്ലിൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ വർക്ക്. പക്ഷേ എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ അതിന്റെ ഒരു റെക്കഗ്നീഷന്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത് ഓർഗനൈസേഷൻ, ഇതിന്റെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഓർഗനൈസേഷനുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് കളക്റ്റീവ്ലി ഗവൺമെന്റിനോട് ബാർഗെയിൻ ചെയ്യുക, അവരോട് ഈ പല അപ്പോയിന്റ്മെന്റുകളിലും സോഷ്യൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സൂചിപ്പിക്കുക എന്നതിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഉദാഹരണത്തിന് നാഷണൽ അസോസിയേഷൻ ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ, നാപ്സ്വി, അവരാണ് ഇന്ന് സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അതിന്റെ ഒക്കെ ഒരു അംബ്രല്ല ടേം ആയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിൽ ഇതിന്റെ ഒക്കെ എല്ലാ അതായത് കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്, കർണാടക അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്, ബോംബെ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ്, ഇതിന്റെ ഒക്കെ ഒരു മെറ്റേണൽ അല്ലെങ്കിൽ പാരന്റൽ ബോഡിയാണ് INPSWA. അപ്പൊ ഇവര് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ വർക്ക് IFSW. അത് ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് IFSWയുടെ. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജനറൽ റോറി ട്രൂവൽ ആണ്. അപ്പൊ അദ്ദേഹത്തെ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റീസെന്റ് അദ്ദേഹം ഗാർഡിയനിൽ എഴുതിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ സെക്ടറിലുള്ള ആവശ്യകതയും അതിൽ നമ്മൾ ചെലുത്തേണ്ടിയിരിക്കുന്ന ശ്രദ്ധയുടെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയായിരുന്നു. അതായത് $1 നിങ്ങൾ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $3 തിരിച്ച് സൊസൈറ്റി എക്കണോമിയിലേക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഒരു ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് വെസ്റ്റേൺ യൂറോപ്പിലെയും അതേപോലെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ വെൽഫെയർ മെഷറുകൾ. അപ്പോ കുറച്ചു കാലം മുമ്പൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞ ഒരു കാര്യമാണ് ഗ്രീസ് പോലെയുള്ള, സ്പെയിൻ പോലെയുള്ള ഇക്കോണമിയൊക്കെ തകർന്ന് ഓസ്റ്റെറിറ്റി മെഷേഴ്സ്, അവിടെ കുറച്ചുകൂടി ലളിതമായ ജീവിതശൈലി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ വെൽഫെയർ മെഷറുകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി ഒരു ഓസ്റ്റെറിറ്റി മെഷർ, അതിന്റെ യഥാർത്ഥ മലയാളം എനിക്കറിയില്ല, ഒരു ലാളിത്യ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളുണ്ടായി. പക്ഷെ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ് എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ എത്രമാത്രം ആളുകളിലേക്ക് ഇത്തരം വെൽഫെയർ മെഷറുകൾ നമ്മൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത്രമാത്രം ഇക്കോണമി പിന്നെയും തകരുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം എടുത്തു പറയുന്നത് ഐസ്ലൻഡിലെ ഉദാഹരണമാണ്. ഐസ്ലൻഡിൽ ഇതേ സെയിം ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ സോഷ്യൽ വെൽഫെയർ മെഷറുകളൊന്നും ഒഴിവാക്കിയില്ല, അത് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നു. അപ്പൊ ഇത് ഏറ്റവും വലിയ ഒരു ഇക്കോണമിയിലേക്കുള്ള ഒരു ഇക്കോണമിയെ ഒരു ബൂസ്റ്റ് ചെയ്യാണ് ചെയ്തത് എന്നുള്ളതാണ്. എനിവേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു വലിയൊരു ഭൂമികയുണ്ട്. ഈ സോഷ്യൽ വർക്കേഴ്സിന് ഇപ്പൊ റോള് ഇതിലൊക്കെ വളരെ അത്യാവശ്യമാണ്. ഹൈലി ക്യാപിറ്റലൈസ്ഡ് ആണ് എന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം രാജ്യങ്ങളിലൊക്കെ നിലനിന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം വളരെ ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നുള്ള പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലുള്ള പോളിസിയിലെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയം പറഞ്ഞിരുന്നു. അതില് അവര് വ്യക്തമായി സൂചിപ്പിച്ചത് അവിടുത്തെ എമർജൻസി കോൾ പോലീസിന് ആദ്യം ഈ കേസിന്റെ ഒരു നേച്ചർ മനസ്സിലാക്കി, അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി അവിടേക്ക് സോഷ്യൽ വർക്കേഴ്സിനെ പറഞ്ഞു വിടുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഒട്ടുമിക്ക ബ്രിട്ടൻ പോലെയുള്ള ലണ്ടൻ സിറ്റിയിലായാലും അതേപോലെ ബാക്കിയുള്ള ഔട്ട്സ്കേർട്സിലൊക്കെ ആയാലും ഈ ഒരു സാഹചര്യം നിലവിലുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഈ ഒരു സിസ്റ്റം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നുകൂടി ട്രെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ സൊസൈറ്റിയുടെ ആസ്പെക്റ്റുകളെ പറ്റി വ്യക്തമായി ഒരു ധാരണയുള്ള ഒരു ടീം ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ എളുപ്പമുണ്ടാക്കുന്നു എന്നൊരു കാര്യമാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പല ഗവൺമെന്റുകളൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ആസ്പെക്ട് എടുത്തു നോക്കുകയാണെങ്കിൽ 69% വരുന്ന ഒരു വലിയൊരു പോപ്പുലേഷൻ ഇന്നും റൂറൽ ഏരിയയിലാണ്
റൂറൽ ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റൂറൽ അർബൻ ഡിവൈഡ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2050 ആകുമ്പോഴത്തേക്ക് 50% ആൾക്കാർ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്നുള്ള ഒരു പഠനങ്ങളാണ് ഇന്ന് വ്യത്യസ്തങ്ങളായ അർബൻ തിങ്ക് ടാങ്ക്സുകൾ ഇന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മൈഗ്രന്റ് ഇഷ്യൂ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ സിറ്റി, നമ്മുടെ പട്ടണങ്ങൾ ഇതിനെ ഗ്രാപ്പിൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്നതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു പാൻഡമിക് സമയത്ത് ഇഷ്ടംപോലെ മൂവ്മെന്റുകൾ ഉണ്ടായി. മൈഗ്രൻസ് അവരുടെ സ്ഥലങ്ങളിലേക്ക് മാറി പോകുന്ന അവസ്ഥ ഉണ്ടായത് ഒരു പക്ഷേ 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒഴുക്കായിരുന്നു, ആൾക്കാരുടെ ഒരു ചലനമായിരുന്നു എന്നാണ് പല ആൾക്കാരും അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ അവയർനെസ് ജനറേഷൻ പ്രോഗ്രാം ആയാലും ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഉദാഹരണത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ളൊരു ഒരു പ്രോജക്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കി. അതായത് പെൺകുട്ടിയെ പഠിപ്പിക്കൂ, പെൺകുട്ടിയെ രക്ഷപ്പെടുത്തൂ എന്നുള്ളത്. കാരണം നോർത്ത് ഇന്ത്യ പോലെയുള്ള ഒരു വലിയൊരു ഔട്ട്സ്കേർട്ട്, അതായത് കൗ ബെൽറ്റ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ചപ്പാത്തി ബെൽറ്റ് എന്ന് പറയപ്പെടുന്ന ബീമാറു സ്റ്റേറ്റുകൾ അടങ്ങിക്കൊണ്ടിരിക്കുന്ന ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP പോലെയുള്ള സംസ്ഥാനങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്ന ഇത്തരം സംസ്ഥാനങ്ങളിൽ ഇഷ്ടം പോലെ റൂറൽ പ്രദേശത്ത് ഇൻജസ്റ്റിസുകളുണ്ട്. അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടിപ്പിക്കൽ എന്താ പറയാ അന്ധവിശ്വാസങ്ങളുണ്ട്. പിന്നെ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്രൈംസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവയർനെസിന്റെ ഇഷ്യൂ ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്, എഡ്യൂക്കേഷന്റെ പ്രശ്നങ്ങളുണ്ട്, പഴയ നമ്മുടെ ഒരു കൾച്ചറൽ ഒരു ഹെജുമണി നമ്മുടെ തലയിലുണ്ട് ഓൾറെഡി. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓറിയന്റേഷനുകളുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വലിയൊരു പങ്ക് സോഷ്യൽ വർക്കേഴ്സിന്, പല വ്യത്യസ്ത റൂറൽ ഏരിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന സോഷ്യൽ വർക്കേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് വ്യത്യസ്ത ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഫെലോസ്, അസോസിയേറ്റ് ഫെലോസ് എന്നുള്ള പേരിലൊക്കെ എന്ന അത്യാവശ്യം അക്കാഡമിക്സിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിൽ ഒന്നും കൂടി പ്രയോറിറ്റി കൊടുക്കുന്ന ഈ ഡിസിപ്ലിനിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ അവരെ ഗവൺമെന്റ് വ്യത്യസ്ത ബോഡീസിലൊക്കെ അപ്പോയിന്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഈ വളരെ ഫ്രഷായി MSW കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യം കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണാചൽ പ്രദേശും ഈ അടുത്ത് ഇതേപോലെ ഫെലോസ്, അസോസിയേറ്റ് ഫെലോസ് എന്നുള്ള രീതിയിൽ അവര് ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയുണ്ടായി. സെൻട്രൽ ഗവൺമെന്റ് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്, അർബൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും പഞ്ചായത്തി രാജ് ആ ഒരു ആസ്പെക്ട് ആയിരുന്നു അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് NIRD പഞ്ചായത്ത് രാജ് ഹൈദരാബാദിലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്താ പറയാ ഇതിലേക്കുള്ള ആൾക്കാരെ അസോസിയേറ്റ് ഫെലോ അല്ലെങ്കിൽ ഫീൽഡ് റിസർച്ചർ അങ്ങനത്തെയുള്ള തസ്തികളിലേക്ക് 2 വർഷത്തേക്ക് കാലാവധിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. കാരണം റൂറൽ ഇന്ത്യ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രമാത്രം നോർത്ത് ഇന്ത്യയിലെ ഒരു ടിപ്പിക്കൽ റൂറൽ പ്രദേശം നമ്മുടെ മൈൻഡിൽ വരുന്നു എന്നുള്ളത് വളരെ സംശയകരമാണ്. കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അവിടുത്തെ മൊത്തം ഫിസിക്കൽ ക്യാപിറ്റൽ ആയാലും സോഷ്യൽ ക്യാപിറ്റൽ ആയാലും ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയാലും അതേപോലെ സോഷ്യൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ പോലെയുള്ള ഈ 5 ക്യാപിറ്റൽ മോഡൽ അപ്രോച്ച് ഇതിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന, ചിലപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ഏരിയകളാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. അപ്പൊ ഇത് ഇന്ന് ഈ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് രാജ്യത്ത് എത്രമാത്രം അത്യാവശ്യമാണ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഈ ഒരു ഡിസിപ്ലിനെ അംഗീകരിച്ചുകൊണ്ട് ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവൺമെന്റ് ബോഡീസിലൊക്കെ ഇത്തരം ആൾക്കാരെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകതയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കനേഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ നാപ്സി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചുകൊണ്ടുള്ള കേരള, കർണാടക, ബോംബെ, പിന്നെ ഇവരിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്, അസോസിയേഷനുകളുണ്ട്. ഇവരൊക്കെ പാരന്റൽ ബോഡി ആയിട്ടുള്ള നാപ്സി ഉണ്ട്. അപ്പോ അതിലൊക്കെ നമ്മൾ ഇതിന്റേതായിട്ടുള്ള വെബ്സൈറ്റുകളിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് വിശദീകരിക്കുന്നത്
സമയം പിന്നെ വീണ്ടും എടുക്കും എന്ന കാരണത്തിന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സോഷ്യൽ വർക്ക് റിസർച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും അസിസ്റ്റന്റ് പ്രൊഫസറോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ നമ്മൾ NTA നടത്തിക്കൊണ്ടിരിക്കുന്ന UGC നെറ്റ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. 84ഓളം സബ്ജക്റ്റുകളാണ് ഹ്യൂമൻ സയൻസ് ഇതിലൊക്കെ UGC നെറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരോ ചോദിച്ചതുപോലെ സർ ഐ തിങ്ക് അതെ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇപ്പോ ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് ക്രൂഡായി ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു കേരളത്തിലെ എല്ലാ ഭാഗത്തും അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ളൊരു സാധനം പല ആൾക്കാരും എടുത്തണിയുന്ന ഒരു തസ്തികയാണ്. അപ്പൊ അത് എല്ലാവരും സോഷ്യൽ വർക്കറാണ്, അത്യാവശ്യം കതറും ഒരു ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ ഒരു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ വർക്കറായി നടക്കാം. പക്ഷെ അല്ല, പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ആകുമ്പോൾ അതിനും സ്കിൽ സെറ്റുകളും അതേപോലെ അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കടന്ന് വരുന്ന കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾക്ക് അതിന് അക്സെപ്റ്റൻസ് കിട്ടാണ്ടിരിക്കുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവൺമെന്റ് ബോഡീസിലൊക്കെ റെപ്രസെന്റേഷൻ ഉണ്ടാവാതിരിക്കുക, ഇതില് ഗവൺമെന്റ് അഥവാ ഒരു പോളിസി ഡിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കേഴ്സിനോട് കൺസൾട്ട് ചെയ്യാതിരിക്കുക, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഉള്ള പോളിസികളും പ്രോഗ്രാമുകളും ഒക്കെ ഡിസൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൽ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഒക്കെ തേടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ മൊത്തത്തില് ബ്ലാങ്കറ്റ് ഒരു ബ്ലെയിം അല്ല ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇന്ന് രാജ്യത്ത് ഉള്ള പാലിയേറ്റീവ് കെയർ പരിപാടികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 98.3% വരുന്ന എല്ലാ ഓർഗനൈസേഷനുകളും ബേസ്ഡ് ആയിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെറും 3.5 കോടി മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്തില് രാജ്യത്തിന് 98% പാലിയേറ്റീവ് കെയർ ഓർഗനൈസേഷനുകളൊക്കെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ രാജ്യത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ റെപ്രസെന്റേഷൻ എത്രമാത്രം പരിതാപകരമാണ് എന്ന കാര്യത്തിലേക്കാണ് ഈ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു. പിന്നെ ഒന്ന് സോഷ്യൽ വർക്കിന്റെ ഒരു ആസ്പെക്ട്, ഇപ്പൊ കഴിഞ്ഞ മാസങ്ങൾ മുമ്പാണ് UGC സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷണൽ എന്നുള്ള ഒരു ടാഗ് എടുത്തു കളഞ്ഞ് UGC സോഷ്യൽ വർക്കിനെ സാധാ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ആക്കി മാറ്റുന്നുള്ളത്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ്നെസ് UGCക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയോ എന്നുള്ളത് കുറച്ചുകൂടി സന്ദേഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പ്രൊഫഷണൽ ഒരു കോഴ്സിനെ ഒറ്റയടിക്ക് എന്താ പറയാ ഒരു സാധാ ഡിസിപ്ലിൻ ആക്കി മാറ്റുക, സാധാ ഇൻ ദ സെൻസ് ഒരു സോഷ്യൽ സയൻസിലുള്ള ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റുന്നത് വഴി അതൊരു മൊറാൽ കുറച്ചും കൂടി വീക്കൻ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പൊ ആ വിഷയത്തിൽ UGC ഒരു കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ തീരുമാനം റിവോക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഫെലോസും പിന്നെ അതിനുള്ള ജോബ് സാധ്യതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തിങ്ക് ടാങ്ക്സുകൾ ഇന്ന് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകതയും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഉദാഹരണത്തിന് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്റ്റീവ് ബാർഗൈനിങ്ങും അതേപോലെ ഓരോ പോളിസി പ്രോഗ്രാംസ് ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ വരുത്തിക്കൊണ്ടിരിക്കേണ്ട മാറ്റങ്ങളെ പറ്റി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക, അധികാര സ്ഥാപനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, ഡയലോഗുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ആസ്പെക്ടുകളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക, ഇൻഡിജിനസ് സോഷ്യൽ വർക്ക്, രാജ്യത്തിന് മാത്രമായിട്ടുള്ള ഈ സോഷ്യൽ വർക്കിന് ഇന്ത്യവൽക്കരണം, അതായത് സോഷ്യൽ വർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വെസ്റ്റേണൈസ്ഡ് ആണ്, ഹൈലി വെസ്റ്റേണൈസ്ഡ് ആണ് സോഷ്യൽ വർക്കിന്റെ ഒരു നേച്ചറും കരിക്കുലം എന്നൊക്കെ. അപ്പൊ അത് ഇന്ത്യനൈസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കണം, അതിന്റെ ഏതൊക്കെ അപ്രോച്ചുകൾ, ഏതൊക്കെ മെത്തേഡുകൾ ഈ ഇന്ത്യനൈസ്ഡ് സോഷ്യൽ വർക്കിൽ വരേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ഫെർദറായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒരു വൈഡ് റീഡിങ്ങിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഫീൽഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണല്ലോ സോഷ്യൽ വർക്ക്. അപ്പൊ 2 ദിവസം നമ്മൾ ഏതായാലും ഫീൽഡിൽ പോയി, 2 ദിവസം വീക്കെൻഡും കൂടിയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫ് എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വായന എത്രമാത്രം കണിശമാണ്, എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നൊരു ചോദ്യം നന്നായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പത്രമാധ്യമങ്ങൾ, വിശിഷ്യ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ദി ഹിന്ദു പത്രം പോലെയുള്ള പത്രങ്ങളൊക്കെ വായിക്കാൻ നോക്കുക. അതേപോലെ ഗാർഡിയൻ, വാഷിംഗ്ടൺ പോസ്റ്റ്, അതേപോലെയുള്ള ടെലിഗ്രാഫ് പോലെയുള്ള പത്രങ്ങളൊക്കെ അതിൽ വരുന്ന വാർത്തകളൊക്കെ അതില് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്ത് കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ മാറ്റങ്ങളെ സംബന്ധിച്ചെടുത്ത് അല്ലെങ്കിൽ JSTOR പോലെയുള്ള
അപ്പൊ ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ ഒരു കോണ്ടെക്സ്റ്റിൽ സോഷ്യൽ വർക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റണം. അതിന്റെ ഒരു സോഷ്യൽ വർക്ക് വിഭാവനം ചെയ്യുന്ന ഒരു ബ്രദറൻ അതുണ്ട്, അതിന്റെ ഒരു സാഹോദര്യ കൂട്ടായ്മ ഉണ്ട് ഗ്ലോബൽ ലെവലിൽ. അപ്പൊ അതുമായിട്ടുള്ള ഒരു നിരന്തര സമ്പർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കണം, നിരന്തരം നെറ്റ്വർക്കിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവരെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗിന്റെ അപാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു ഗ്രൂപ്പുകൾ ആഡ് ചെയ്യപ്പെടാൻ ശ്രമിക്കണം. വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫറൻസുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്യണം. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ലോക്കലായിട്ടുള്ള ഹൈപ്പർ ലോക്കൽ ഇൻസിഡന്റുകളും ഈ കോൺടെസ്റ്റുകളൊക്കെ നമ്മൾ ഗ്ലോബൽ ലെവലിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ വലിയൊരു സ്വീകാര്യതയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഗവൺമെന്റ് എഫിക്കസി പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയൊക്കെയാണ്, അതിൽ ജനങ്ങളുടെ ഇമ്പാക്ട് എങ്ങനെയാണ്, അതിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പഠന മേഖലയൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു ബ്രോഡർ സോഷ്യൽ വർക്ക് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ NGOs ഉണ്ട്, രാജ്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള NGOs ഉണ്ട്. അപ്പൊ അതിലൊക്കെ നല്ലൊരു കോൺട്രിബ്യൂഷൻ സോഷ്യൽ വർക്കേഴ്സിന് ഉള്ള സാഹചര്യമുണ്ട്. പ്രൊജക്ട് ഡിസൈനിങ്ങില്, അതേപോലെ ഫീൽഡ് റിസർച്ചർ പോസ്റ്റുകളില്, കണ്ടന്റ് ക്രിയേഷൻ പോസ്റ്റുകളില്, അതിന്റെ വേറെ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. അതേപോലെ അഡ്വക്കസി ഏരിയകളിൽ ഒക്കെ പാർട്ടിസിപ്പേഷന്റെ ഒക്കെ ആവശ്യകതയും രാജ്യത്ത് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന സ്കോപ്പുകളൊക്കെയാണ്. അത് പിന്നെ വേറൊരു കാര്യമാണ് ഇമിഗ്രേഷൻ എന്നുള്ളത്. ഇപ്പൊ കാനഡ പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള, UK പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഇവിടുത്തെ അസോസിയേഷനും അതേപോലെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അവിടത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇന്ന് അതിനുള്ള വ്യത്യസ്ത ടെസ്റ്റിംഗ് ഏജൻസികളൊക്കെ ഉണ്ട്, IELTS പോലെ, TOEFL പോലെയുള്ളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ അസോസിയേഷനിലൊക്കെ അംഗത്വം എടുത്ത് അവിടെ പെട്ടെന്ന് ഒരു PR കിട്ടുകയോ അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ സർവീസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നത്, അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. ഞാൻ പറഞ്ഞ് പിന്നെ വേറൊരു അപാരമായ സാധ്യതയാണ് UN-യുടെ ബാക്കിയുള്ള സിസ്റ്റർ ബോഡീസ് ഒക്കെ. അത് WHO ആയാലും ഇപ്പോ പാൻഡമിക്സിലൊക്കെ നിരന്തരം അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന WHO-യുടെ പ്രവർത്തനം, കമ്മ്യൂണിറ്റി മെഡിസിൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ എളുപ്പമായി ഇത്തരം സ്ഥാപനങ്ങളൊക്കെ കയറി പറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ നല്ലൊരു പാഷൻ നമ്മൾ കൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊന്നും വലിയൊരു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണ് ഇതിന്റെ ഒരു ഭംഗി. അപ്പോൾ ഞാന് അതേപോലെ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഡെവലപ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. UNICEF ഉണ്ട്, പിന്നെ UNHRC ഉണ്ട്, പിന്നെ റെഫ്യൂജി പ്രോഗ്രാംസിന്റെ സാധനങ്ങളുണ്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സോഷ്യൽ വർക്ക് ഒരു വാതായനമാണ്, ഒരു വിൻഡോ ആണ്. അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക വഴി അതിനുശേഷം നിങ്ങൾ വല്ല ട്രെയിനിങ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വല്ല ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യുക വഴി നമ്മുടെ സാധ്യതകളുടെ അപാരമായ സാധ്യതകളുടെ വാതായനങ്ങളാണ് തുറക്കപ്പെടുന്നത്. അപ്പൊ ഇത് സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു ബേസിക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ജനറിക് ഡിഗ്രിയോട് കൂടെ പിന്നെ നമ്മൾ പെർസ്യൂ ചെയ്ത് ഈ കാര്യങ്ങളിലൊക്കെ പെർസ്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു ഒരു ക്വാളിഫിക്കേഷൻ എഡ്ജ് ആയിരിക്കും നമുക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ വളരെ കാര്യക്ഷമമായി ചിന്തിക്കേണ്ടതുണ്ട്, അതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ UGC നെറ്റ് എഴുതണ്ട, നിങ്ങൾ ബാക്കിയുള്ള ഡിപ്ലോമ കോഴ്സസ് ഇത് NGO ഡിപ്ലോമ, ഇപ്പൊ ഉദാഹരണത്തിന് ജാമ്യ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന NGO മാനേജ്മെന്റ് ഉണ്ട്, ജാമ്യ കൊടുക്കുന്നതാണ്. പിന്നെ ഒന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ജാമ്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇഗ്നോയില് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ UGCയുടെ ഇഗ്നോയുടെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഡിപ്ലോമ കോഴ്സുകളൊക്കെ UGCയുടെ ഒക്കെ നല്ല മെറ്റീരിയൽ ആണ്. അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് റിസർച്ച് ചെയ്ത വെൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇഗ്നോയുടെ മെറ്റീരിയൽ. അപ്പം ഇഗ്നോ കോഴ്സുകൾ പെർസ്യൂ ചെയ്യുന്നത് നിങ്ങൾ വളരെ കാര്യക്ഷമമായി ചിന്തിക്കുക. അല്ലെങ്കിൽ റെഗുലർ കോഴ്സുകൾ വളരെ അടുത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് പെർസ്യൂ ചെയ്യാൻ നോക്കുക. പിന്നെ
അപ്പോ ഞാൻ ഫസ്റ്റ് ആദ്യം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പറ്റി സംസാരിച്ചു. 53ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ന് രാജ്യത്തുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ NGO മാനേജ്മെന്റ് ജാമ്യയിൽ ഡിപ്ലോമയാണോ? ഉണ്ട്, ഡിപ്ലോമയാണ്. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് രാജ്യത്തിന്റെ അക്രോസ് ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് ദ കൺട്രി. ഇതില് ഈ ഇത്തരം സ്ഥാപനങ്ങളിലെ ഉദാഹരണത്തിന് ജാമ്യ ആണെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഹരിയാന, ഹിമാചൽ, ഗുജറാത്ത്, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, അല്ലെങ്കിൽ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി. അപ്പൊ ഇത്തരമുള്ള സ്ഥാപനങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെയൊക്കെ MSW ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു MSW ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊന്നും കൂടി നമ്മുടെ ഹൊറൈസൺസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ മിനിമൽ ആയിട്ടുള്ള ഫീസ് ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിരിക്കും. പിന്നെ നല്ലൊരു സ്റ്റൈപ്പൻഡ് ഒക്കെ ഉള്ള പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, ജാമ്യയിൽ ഓക്കെ, താങ്ക് യു ഫസ്റ്റ്. അപ്പോ ജാമ്യയിൽ ചിലപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരിക്കും. ഞാൻ കുറച്ച് മുമ്പേ അത് കണ്ടിരുന്നു. ചെയ്യാം. ഇത് നിങ്ങള് ബെസ്റ്റ്, എനിക്ക് തോന്നുന്നത് ഓപ്പൺ കോഴ്സുകളിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണല്ലോ ഇഗ്നോ തന്നെ നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഈ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ജാമ്യയിൽ ഡിസ്റ്റൻസ് ഉണ്ട്. ജാമ്യയിൽ പ്രൈവറ്റ് ആയിട്ട് കോഴ്സ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഫീസ് ഒക്കെ വളരെ കുറവാണ്. ഡിസ്റ്റൻസ് ആകുമ്പോൾ കുറച്ച് ഫീസിന്റെ എമൗണ്ട് കൂടും. അതേപോലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിസ്റ്റൻസിനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ കോഴ്സുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഏകദേശം യൂണിവേഴ്സിറ്റികളൊക്കെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ വർക്കിന്റെ. ഈ രാജ്യത്ത് 412ഓളം വരുന്ന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ന് രാജ്യത്ത്. ഇന്ന് ഇതൊക്കെ UGCയുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സംസ്ഥാനങ്ങള് തിരിച്ചുകൊണ്ട് അവിടെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ലിസ്റ്റ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ 356ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഫീസ് അധികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ടതില്ല. അസീം പ്രേംജി യൂണിവേഴ്സിറ്റി പോലെയുള്ള വളരെ നന്നായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഫീസ്, സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. 60% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റൈപ്പൻഡ് തന്നുകൊണ്ട് റൂറൽ ഏരിയയിലൊക്കെ നിങ്ങൾ പറഞ്ഞു വിടുന്ന, അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന ഒരു സംവിധാനം കൂടി അസീം പ്രേംജി ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അതേ മെയിനായി പ്രവർത്തിക്കുന്നുള്ളത് സോഷ്യൽ വർക്ക് കഴിഞ്ഞ ഒന്നുകൂടി എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ LLB പോലെയുള്ള ലോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇക്കണോമിക്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പെർസ്യൂ ചെയ്യുന്നതിലും NGO മാനേജ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, ഇർമ പോലെയുള്ള സ്ഥാപനങ്ങൾ, ആനന്ദിലുള്ള ഇർമ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾക്ക് ഇത് പെർസ്യൂ ചെയ്യുന്നതിന്റെ സാധ്യതകൾ അപാരമാണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ 124ഓളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട്. ടിസ് അതിൽപ്പെട്ട ഒന്നാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലുള്ള, ദേവനാറിലുള്ള ഈ ഒരു സ്ഥാപനം ഒന്നാണ്. അത് സോഷ്യൽ വർക്കിൽ അറിയപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ടിസ്. ടിസും നിർമ്മല നികേതനായാലും അതേപോലെ നാഷണൽ ഇമ്പോർട്ടൻസ് സ്ഥാപനങ്ങളുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ്, RGNIYD, പെരുമ്പത്തൂരിലുള്ള. അപ്പൊ അവിടെയും സോഷ്യൽ വർക്കിന്റെ അവിടെ യൂത്ത് സ്പെഷ്യലൈസേഷൻ കൊടുത്തുകൊണ്ടുള്ള, യൂത്ത് ഡെവലപ്മെന്റ് സ്പെഷ്യലൈസേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു MSW ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ജനറിക് ആയിട്ടുള്ള MSW ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ആദ്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആയിരുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും പിന്നെ അതേപോലെ HR മാനേജ്മെന്റും ഒക്കെ. ജാമ്യയിലൊക്കെ സിംഗിൾ സ്പെഷ്യലൈസേഷൻ ആണ്. ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. ഫാമിലി വെൽഫെയറും ഫാമിലി ഫർസി എന്ന് പറയുമായിരിക്കും ചിലപ്പോൾ. അപ്പോ ഇതൊക്കെയാണ്. പിന്നെ കേക്ക് വേറെ വളരെ ഹിലേരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ കൊടുത്ത ലിസ്റ്റിൽ ഫേക്ക് യൂണിവേഴ്സിറ്റി കൂടി UGCയുടെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 30-35ഓളം വരുന്ന ഫേക്ക് യൂണിവേഴ്സിറ്റികൾ ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. കേരളത്തിലടക്കം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ന് വളരെ ഇഫക്റ്റീവായ ഡിഗ്രി കൊടുത്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രാജുവേറ്റുകളെ ചടിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, ഏത് ഡിഗ്രിയാണ് പഠിക്കേണ്ടത്, ഏത് സ്ഥാപനത്തിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുവഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട എക്സ്പോഷറുകൾ, അതുവഴി നമ്മളുടെ ഫീൽഡ് വർക്കിന്റെ നേച്ചറുകൾ, ഫീൽഡ് വർക്കിന്റെ വ്യത്യസ്തങ്ങൾ, വാരീഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാന്.
എനിവേ ഏതായാലും നെറ്റിന് 10,34,872 പേരാണ് ഇതുവരെ നെറ്റിന് അപ്ലൈ ചെയ്തതെന്നൊക്കെയാണ് വെബ്സൈറ്റിൽ നിന്ന്, NTA വെബ്സൈറ്റിൽ നിന്നൊക്കെ യൂണിവേഴ്സിറ്റികൾ കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? ചെയ്യാം. യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ UGCയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് കിട്ടും. പിന്നെ അതേപോലെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് അറിയേണ്ടതുണ്ടെങ്കിൽ NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, യൂണിവേഴ്സിറ്റികളെ റാങ്ക് മധ്യപ്രദേശ് നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി പറ്റി അറിയുമോ? അവിടെ അതെ IGNTK, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, അമർകണ്ടക്, മധ്യപ്രദേശിലാണ് യൂണിവേഴ്സിറ്റി. അവിടെ ട്രൈബൽ ഏരിയയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ട്രൈബൽസ് ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്രക്ക്. അപ്പൊ എന്റെ പേഴ്സണൽ ഒരു റിസർച്ച് ഏരിയ ട്രൈബൽ ലൈവ്ലിഹുഡ് ആണ്. അപ്പോ അതുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ഏരിയ ആണ് എനിക്ക്. അപ്പോ ഇതൊക്കെ സോഷ്യൽ വർക്കിന് അപാര സാധ്യതകളാണ്. കാരണം നമ്മുടെ ഒരു ലാബ് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്, സോഷ്യൽ സെറ്റിംഗ്സ് ആണ്. അപ്പൊ ഇതില് അർബൻ, റൂറൽ, ട്രൈബൽ സെറ്റിംഗ്സുകളൊക്കെ ആയി നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഛത്തീസ്ഗഡിലെ ദന്തേവാഡ പോലെയുള്ള ഏരിയകളിൽ ഇപ്പോ ടിസ്റ്റിൽ ഞാൻ അന്ന് ഒരു പ്രാവശ്യം പോയ സമയത്ത് അവിടുത്തെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവര് വളരെ റീസെന്റ് ആയിട്ട് അവിടുത്തെ ഫാമിലി ആൻഡ് വെൽഫെയർ പഠിക്കുന്ന കുട്ടികളൊക്കെ, അല്ലെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ ഇന്റൻസീവ് ആയിട്ടുള്ള 2 ആഴ്ച നീളുന്ന അല്ലെങ്കിൽ 3 ആഴ്ച നീളുന്ന ഫീൽഡ് വർക്ക് ഒക്കെ ഛത്തീസ്ഗഡിലെ ദന്തേവാഡ പോലെയുള്ള മാവോയിസ്റ്റ് അഫക്റ്റഡ് ഏരിയകളിലോ അല്ലെങ്കിൽ ജമ്മു കശ്മീരിൽ പോലെയുള്ള വളരെ കട്ട് ഓഫ് ആയി കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലഡാക്ക് പോലെയുള്ള ഏരിയകളിൽ, അല്ലെങ്കിൽ UPയുടെ ബുന്ദേൽഖണ്ഡ് പോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയകളിൽ, കർണാടകയിലുള്ള കർണാടക എന്നുള്ള ഏരിയസ് റീജിയൻ ആയിട്ടുള്ള നോർത്തേൺ കർണാടക ഏരിയകളിൽ, ഒഡീഷയിലുള്ള ട്രൈബൽ ഏരിയകളിലൊക്കെ നമ്മൾ ഈ 10-15 ദിവസം നീണ്ടുകൊണ്ടിരിക്കുന്ന ഇന്റൻസീവ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് എക്സ്പീരിയൻസ് ഗാർണർ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ടാവും ഓഫ്കോഴ്സ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും ഈ MSW കൊടുക്കുന്ന ഇതുണ്ട്. അമിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ MSW പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവിടുത്തെ ബംഗളൂരുവിലുള്ള സ്ലം ഏരിയകളിലും അതേപോലെ ഹോസ്പിറ്റൽ സെറ്റിങ്ങളിലൊക്കെയാണ് അവരുടെ ഫീൽഡ് വർക്ക് ഏരിയകൾ. എനിക്ക് സമയമായെന്ന് തോന്നുന്നു അല്ലെ അനീസ്? മണിക്കൂറിനടുക്ക് സംസാരിച്ചു തോന്നുന്നു. അപ്പോ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസ നേരാണ്. കാരണം സോഷ്യൽ വർക്കിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് സോഷ്യൽ വർക്ക് അപ്രോച്ചിന്റെ. അതിൽ റിസർച്ചബിൾ ആയിട്ടുള്ള ഏരിയകൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പാണ് UGC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് JRF എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് നെറ്റ് പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല. ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക്, എന്റെ പേര് ഹസൻ ഷിഹാബ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. പിന്നെ അപ്പോ ഇത്രയൊക്കെ സാധ്യതകൾ, അപാരമായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സോഷ്യൽ വർക്കിന്റെ റിസർച്ചുകളിൽ കയറി പറ്റുക. സോഷ്യൽ വർക്ക് റിസർച്ച് ഏരിയയിൽ കയറി പറ്റുമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക റിസർച്ചിന് വേണ്ടിയിട്ട്. പിന്നെ ഫീൽഡ് ബേസ്ഡ് ആയി, നന്നായി ഫീൽഡ് ബേസ്ഡ് ആയിക്കോട്ടെ നിങ്ങൾ സ്റ്റഡി. അത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി ആണെങ്കിലും. പിന്നെ അതേപോലെ വായനയിൽ നല്ല കളിച്ചത പാലിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ MA ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് എക്സാം എഴുതി നിൽക്കുക. അത് നിങ്ങൾക്ക് ഒന്നുകൂടി കോൺസെൻട്രേഷൻ തരും, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് തരും. പരമാവധി നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് UGC NTA സൈറ്റിൽ ലഭ്യമാണ്, UGCയുടെ സൈറ്റിൽ ലഭ്യമാണ്. വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളുണ്ട് നിങ്ങളെ UGC JRF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇതിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിന്റെ ഒരു പ്രിഡിക്റ്റബിൾ സാധനം നോക്കുക, അതിന്റെ ഒരു ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ നോക്കുക, അതേപോലെ ഓതേഴ്സിനെ പറ്റി പഠിക്കുക, അവരുടെ ബുക്സിനെ പറ്റി പഠിക്കുക, ഓരോ തെറപ്പികൾ, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള തെറപ്പികൾ ആരൊക്കെയാണ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് അവരെ പറ്റി പഠിക്കുക. സോഷ്യൽ വർക്കിന്റെ ഫിലോസഫി എന്തൊക്കെയാണെന്നുള്ളത് അക്നോളജിക്കൽ ഓർഡറിൽ പഠിക്കുക. അതേപോലെ നമ്മുടെ ഇപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആണല്ലോ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ നോക്കുക. മാച്ച് ദ ഇതുണ്ടാവും, ഓതേഴ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ 2 പേപ്പർ ആയിട്ടാണ് ഉണ്ടാവും. അതൊക്കെ അമാനി ഐ തിങ്ക് ഫാത്തിമ വിൽ ഡീൽ വിത്ത് ദാറ്റ്. ഇനിവേ ഞാൻ ജസ്റ്റ് ഇതിലൂടെ നിർത്താം. എല്ലാവർക്കും ഭാഗങ്ങൾ നേരുന്നു. അതേപോലെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് അതായത് UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഉദാഹരണത്തിന് ഉപകാരത്തിന്റെ പുസ്തകങ്ങൾ, ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ബൈ PSN KVS മദാൻ എഴുതിയ പുസ്തകം, അതേപോലെ M ഗഗൻ ആൻഡ് സജിത് കുമാർ എഴുതിയ ട്രൂമാൻസ് NET നെറ്റ് സെറ്റ്
ജനറൽ പേപ്പർ ആൻഡ് റിസർച്ച് പേപ്പർ. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ആൾക്കാര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത് UG ജനറൽ OBC SC ST PWD പിന്നെ ഫോമർ എന്താ പറയാ ആർമി സർവീസ്മാൻ കാറ്റഗറിയിലൊക്കെ 35 years വരെ നമുക്ക് JRF എഴുതിയെടുക്കാനുള്ള സമയമുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ജനറൽ ഇൻഫർമേഷൻ. എനി ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഇമെയിൽ ID ഞാൻ നിങ്ങൾക്ക് തരാം. hasan@gmail.com hasanqr hasanqr@gmail.com ആണ് എന്റെ ഇമെയിൽ ID. ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണ്, ഞാൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളെ എല്ലാ ക്വയറീസുകൾ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. Q&A സെഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെ ഫാത്തിമ? I think there will be a Q&A session following this. Yes. അപ്പോ Q&A സെഷൻ ഉണ്ടാവും. Q&A സെഷനിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓവർ ടു യു ഫാത്തിമ. ഞാനും ഒന്നുകൂടി ക്യൂരിയോസിറ്റിയോടെ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 2 പേപ്പറാണ് ഇപ്പോ. ഞാൻ എഴുതുന്ന സമയത്ത് 3 പേപ്പറായിരുന്നു. ഒബ്ജക്റ്റീവ് ഇതില് പേപ്പറിൽ എന്താ പറയാ ബബിൾ ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതായത് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ രക്ഷയില്ല. അത് മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ അത് ഇതൊക്കെ എന്താ പറയാ ചിലപ്പോൾ മായ്ച്ചു കളയുമ്പോഴത്തേക്ക് ആ പേപ്പർ കീറും. അപ്പൊ പിന്നെ നമ്മൾ എൻറ്റയർലി ഡിസ്ക്വാളിഫൈഡ് ആയി. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തം സമയമുണ്ട് ഇത് എഴുതിയെടുക്കാനും അതേപോലെ രണ്ടാമത് പോയി റീവിസിറ്റ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ. Anyway, thank you all. Wish you all the best. This been a pleasure to see all the social workers with brimming faces in front of me. Thank you so much. All the best. God bless. Stay healthy. Stay safe. Okay, thank you Hasan sir. എല്ലാവർക്കും സോഷ്യൽ വർക്കിനെ കുറിച്ച് അതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ഹസൻ സാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. നമുക്ക് ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. അടുത്തായിട്ട് ഫാത്തിമ അമാനി സോഷ്യൽ വർക്കിനെ കുറിച്ച് അതിന്റെ ആസ്പെക്ടുകളെ കുറിച്ച് എങ്ങനെയാണ് ലേറ്റസ്റ്റ് സിലബസ് പ്രിപ്പറേഷനെ കുറിച്ച് വളരെ കുറച്ച് സമയത്ത് വിത്തിൻ 15 to 20 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഹൗ ദിക്ഷ വർക്ക്സ് എന്നുള്ള ഒരു ആസ്പെക്ട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി വാട്ട് ഈസ് ദിക്ഷാസ് പ്രോഗ്രാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. സോ ഐ വിൽ ബി ഹാൻഡ് ഓവറിംഗ് ദ പോഡിയം ടു ഫാത്തിമ അമാനി, അക്കാഡമിക് ഹെഡ് ഓഫ് ദിക്ഷ സോഷ്യൽ വർക്ക്. അമാനി, ഐ ഹോപ്പ് യു ആർ ദർ. മോർണിംഗ് ടു എവ്രിവൺ. സോഷ്യൽ വർക്കിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് ഈ ഒരു സെഷനിലേക്ക്. നമ്മുടെ ദീക്ഷയ്ക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. നല്ലൊരു ഗസ്റ്റിനെ നമുക്ക് ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗസ്റ്റിനെ ഹസൻ സാഹിബ് സാറിനെ നമുക്ക് കിട്ടിയത് ഇറ്റ്സ് എ വെരി പ്ലഷർ. ഒക്കെ നമുക്കിനി വേഗം സോഷ്യൽ ചിലർക്കെങ്കിലും വളരെ നന്നായിട്ട് ഇൻഡെപ്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ഫസ്റ്റ് ടൈം എഴുതുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ ആദ്യം തൊട്ടേ BSWയിലായാലും ഒക്കെ ഡീൽ ചെയ്യുന്ന ഹിസ്റ്ററി ഓഫ് ദ സോഷ്യൽ വർക്ക് ആണ് ദ ഫസ്റ്റ് വെരി യൂണിറ്റ്. അത് നമ്മുടെ UK, USA അതുപോലെ ഇന്ത്യ എല്ലാ പെർസ്പെക്ടീവ്. ഓക്കെ, റെഡി. നൗ യു ക്യാൻ കണ്ടിന്യൂ. ഇപ്പൊ ഓക്കെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ വർക്കിന്റെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത് സോഷ്യോളജി ആണ്. സോഷ്യോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. ചില എക്സാമിന്റെ സമയത്തൊക്കെ ഒരുപാട് സെഷൻസ് ഈ സോഷ്യോളജിയുടെ കേസിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മെജോറിറ്റി ഓഫ് ദ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ സോഷ്യോളജി ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചില എക്സാമുകളിലൊക്കെ. അപ്പോൾ പ്രീവിയസ് എക്സാം എഴുതിയവർക്കൊക്കെ നന്നായിട്ട് അത് പരിചയം ഉണ്ടാവും. അപ്പൊ നമ്മൾ സോഷ്യൽ വർക്കിന് മാത്രം ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യോളജി, സൈക്കോളജി, റിസർച്ച് പോലത്തെ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് സോഷ്യൽ വർക്ക് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ആണ്. ആസ് യു ഓൾറെഡി നോ, കേസ് വർക്ക് അതുപോലെ ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ വർക്കിന്റെ എല്ലാ മെത്തേഡ്സും നമ്മൾ വളരെ പ്രൈമറി ആയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ എക്സാമിന് ഈ ഒരു അറിവൊക്കെ വെച്ചിട്ട് നമ്മൾ ഫെമിലിയാരിറ്റി കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ വി കനോട്ട് സ്കോർ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ എന്നൊന്നും തോന്നൂല. അപ്പൊ ഓരോ മെത്തേഡ്സും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വാസ്റ്റ് റീഡിങ്ങോട് കൂടിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നീട് വരുന്നത് നമ്മുടെ റിസർച്ച് ആണ്. റിസർച്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 2 പേപ്പറിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. സോഷ്യൽ വർക്കിന്റെ കേസിലും അതുപോലെ ഫസ്റ്റ് പേപ്പറിലും ഒരുപാട് ചോദ്യങ്ങൾ റിസർച്ചിന്റെ പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്ന് പറയുന്നത്
ഓൾറെഡി നമുക്ക് അറിയുന്ന പോലെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മൾ അതിന്റെ ഓതേഴ്സ് ആയിരിക്കും, അതിന്റെ ആ റിലേറ്റഡ് ആയ ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള നിലക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ പോളിസീസും പ്ലാനിങ്ങും സോഷ്യൽ ഡെവലപ്മെന്റും ഒക്കെയാണ്. സോഷ്യൽ പോളിസീസ് ഒക്കെ നമ്മുടെ കറന്റ് ഇയേഴ്സ് ണ്ട് ഫസ്റ്റ് പേപ്പറിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കറന്റ്ലി നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട പോർഷൻസ് ആണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു കറന്റ് സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്കും പരിതാപകരമാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കുക, നല്ലൊരു സോഷ്യൽ വർക്കർ ആവുക, ആ ഒരു രീതിയിൽ നമുക്ക് സൊസൈറ്റിയിൽ ഇടപെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു അബൌട്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. എനിവേ ഹ്യൂമൻ റൈറ്റ്സും സോഷ്യൽ വർക്ക് പ്രാക്ടീസും റിലേറ്റഡുമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് പഠിച്ച് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പരമാവധി നന്നായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് സമയം നമ്മളെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഈ പറഞ്ഞ തിയറീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇൻ ഡെപ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ JRF ക്ലിയർ ചെയ്യുക എന്നതും ഉപരിയായിട്ട് ഹയർ എഡ്യൂക്കേഷനും PhDക്കും അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടും ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു നോളജും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. അപ്പൊ സിലബസിന്റെ കാര്യത്തിൽ പിന്നെ വരുന്നത് ഏരിയ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 1 and 2 ആണ്. ഇതാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് പേപ്പർ 3 ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് എലക്ടീവ്സ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതിനൊക്കെ കൂടി മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു സിലബസിലോട്ട് അവർ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ട്, മെഡിക്കലും മെന്റൽ ഹെൽത്തും അതുപോലെ ചൈൽഡ് ഡെവലപ്മെന്റും പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ ചിൽഡ്രനും ഏജിങ് ഇഷ്യൂസും അങ്ങനെ ആകെ എല്ലാ സോഷ്യൽ വർക്കിന്റെ കറന്റ് റെലം ഓഫ് എല്ലാ റെലം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയാസ് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ നല്ല ഡീപ്പിലായിട്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടതുള്ളത്. ഓരോന്നിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റുകൾ നോക്കണം. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പേരിന് മാത്രം വായിച്ചു പോയിട്ട് സിലബസ് പഠിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ വർക്കിന്റെ കേസിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കില്ല. ഇനിയിപ്പോ പേപ്പർ 1 നമ്മൾ എത്ര വീക്ക് ആണെങ്കിൽ പോലും സോഷ്യൽ വർക്കിന്റെ കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ക്വാളിഫൈ JRF ഇറ്റ്സെൽഫ്. അപ്പോ അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, സിലബസിന്റെ കാര്യത്തിലൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും ഉള്ളത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 മാർക്സ് നമുക്ക് സോഷ്യൽ വർക്കിൽ തന്നെ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് എന്നുള്ളതും ഒരു ക്വസ്റ്റ്യന് പോലും നെഗറ്റീവ് ഇല്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ വി ഹാവ് ടു എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, മൊത്തം ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ലെങ്കിലും മിനിമം സ്കോർ സോഷ്യൽ വർക്കിൽ മസ്റ്റ് ആയിട്ടും കിട്ടും. ഇനി നല്ലപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്കോർ തന്നെ കിട്ടുകയും ചെയ്യും, JRF തന്നെ ക്വാളിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ 2019 ഓൺവേർഡ്സ് ആണ് നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാലോ. അതിന് മുൻപുള്ള റൈറ്റിംഗ് പാറ്റേണിനെ കുറിച്ചിട്ട് സർ പറയുകയുണ്ടായി. എനിവേ ഇനി നമുക്ക് ഏത് രീതിയിൽ സോഷ്യൽ വർക്കിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവാം എന്നുള്ളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഏതൊക്കെ മെത്തേഡാണ്. അതിന് മുൻപ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുന്നത്. ഇത് എന്തിനു വേണ്ടിയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനും അതുപോലെ സോഷ്യൽ വർക്ക് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പ്രിപ്പറേഷന് നിങ്ങൾ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര സിമ്പിൾ ആണ് സോഷ്യൽ വർക്കിന്റെ കാര്യം എന്നുള്ളത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ 4 കാര്യങ്ങളുടെ ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി മേ ബി പലർക്കെങ്കിലും അറിയാൻ ചാൻസ് കുറവായിരിക്കും.
പക്ഷെ മെന്റൽ ഹെൽത്ത് ആക്ട് ആസ് എ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് യു വിൽ ബി ഡെഫിനറ്റ്ലി നോയിങ്. മെന്റൽ ഹെൽത്ത് ആക്ട് അറിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടാവുന്നത്. അപ്പൊ 1987 മെന്റൽ ഹെൽത്ത് ആക്ട് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചൂസ് ദ കറക്റ്റ് കോഡ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ. ഈ ഒരു മെന്റൽ ഹെൽത്ത് ആക്ട് 1987 വരുന്നത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫോർ കണക്റ്റഡ് ടു എ ഈസ് ദ ഓൺലി ഓപ്ഷൻ എ. അപ്പോൾ അതുകൊണ്ട് എത്ര സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ പ്രിപ്പറേഷൻ നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോവിങ് ആയിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ രീതിയിലൊക്കെ വരുന്ന സമയത്ത് ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കോഡിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടാവും ഇതാണ് കറക്റ്റ് മാച്ച് എന്നുള്ളത്. അതല്ലെങ്കിൽ ഇതെന്തായാലും ഉറപ്പായിട്ട് ഇത് രണ്ടും മാച്ച് ആവില്ല, ഈ ഇയർ അല്ല ഇതിന്റെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ രണ്ട് കാര്യങ്ങളും മതി. ആ രണ്ട് പോയിന്റ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കൊടുത്തിരിക്കുന്ന കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യന്റെ കാര്യത്തിലൊക്കെ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുക, പഠിക്കുക, നിങ്ങളുടെ പാർട്ട് ഭംഗിയായിട്ട് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഞാൻ കരുതിയിരുന്നു തുടക്കത്തിൽ നല്ലൊരു കഥയൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് വേണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനെന്ന്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് എത്രത്തോളം ആളുകൾ പല പല കാര്യങ്ങളിൽ ചിന്താഗതികളിലും മറ്റു പല ചിലർ മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവും, ചിലർ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നവരുണ്ടാവും. അതൊക്കെ വിട്ടിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ എനിക്ക് മനസ്സിലാക്കണം, ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു സ്പിരിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഏറ്റെടുത്തോളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവേണ്ടത്, ഏതൊക്കെ പാർട്ടാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഏത് പാർട്ടാണ് വീക്ക് ആയിട്ടുള്ളത്, ആ ഒരു സെൽഫ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി സിലബസ് കവറേജ് ഞാൻ പറഞ്ഞു. സിലബസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ മൊത്തം പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പേപ്പർ ആയാലും സോഷ്യൽ വർക്കിന്റെ കാര്യത്തിലായാലും ഞാൻ കംപ്ലീറ്റ് കവേർഡ് ആണ്. അതുകൊണ്ട് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എനിക്കൊരു ഫെമിലിയാരിറ്റി അതിനോട് തോന്നും. ഞാൻ ഒന്നും പഠിക്കാതെ പോയ ഒരു സിലബസ് ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, നോക്കിയിട്ട് പോയാൽ മതിയായിരുന്നു, ഇത്രയും സമയം നാളും കിട്ടിയിട്ട് ഞാനൊന്നും നോക്കില്ലല്ലോ. ആ ഒരു അങ്ങനെയൊന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കാനേ പാടില്ല. അപ്പൊ കംപ്ലീറ്റ് സിലബസ് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ വരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ ഓഫ് ദ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏതൊരു ചോദ്യം വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് അതിനെ അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുപരിയായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ റിപ്പീറ്റിംഗ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സെൽഫ് മെയ്ഡ് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാക്ച്വൽ ആയിട്ടും കൺസെപ്ച്വൽ ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് നമ്മൾ നല്ല രണ്ട് നോട്ട്സ് ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ഒക്കെ കൊടുത്ത്, ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ കൊടുത്ത്, ഇവന്റ്സ് കൊടുത്ത്, തിയറീസ്, ഓതേഴ്സ്, ബുക്സ് എന്നിങ്ങനെ കോളം അതിനൊക്കെ ഡിവൈഡ് ചെയ്ത് നല്ല ഒരു സെൽഫ് മെയ്ഡ് നോട്ട്സ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊക്കെ നമ്മളെ എക്സാമിന് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഈ പ്രീവിയസ് ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ടാവും. നെറ്റ് ജെആർഎഫും എഴുതാണെന്ന് പറയുമ്പോഴേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം, 10 years ബാക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോകണേ എന്ന് പറയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ജെആർഎഫ് ക്വാളിഫൈ ചെയ്ത കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതും നമ്മളടുത്തും ഉപദേശിച്ചിട്ടുള്ളതും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും അതൊന്നും മിസ് ഔട്ട് ആകാതെ തന്നെ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ ഇത്രയും സമയം ഞാൻ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നല്ല ഉറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു ദിവസം മറ്റെന്ത് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള 1 or 2 hours ഉണ്ടാവുമല്ലോ, അത് എന്തായാലും ഈ പറഞ്ഞ മറ്റൊന്നിനും വേണ്ടി കൊടുക്കാതെ ആ സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും സിലബസ് കവറേജും ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഒന്നിന് മാത്രം സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഏറ്റവും ബിഗിനിങ് സെഷൻ തൊട്ട്
നടത്തേണ്ട കാര്യമാണ്. സോഷ്യൽ വർക്ക് സ്റ്റഡി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ഏറ്റവും എനിക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അറിയുന്ന പാർട്സ് ഏതൊക്കെയാണ്. മേ ബി നിങ്ങൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സൈക്കാട്രി മേ ബി കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യണം ഈ പറഞ്ഞ സൈക്കാട്രി സൈക്കോളജി ഒക്കെ നന്നായിട്ട് പഠിക്കാൻ, അത് നമ്മൾ സ്ട്രോങ് ആക്കി മാറ്റാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തേ പറ്റൂ. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് നന്നായിട്ട് അറിയുന്നവരുണ്ടാവും, ചിലർക്ക് അത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടാവും. ഏതായാലും നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുള്ള ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാക്കിയിട്ട് എക്സാമിന്റെ അവസാന സമയമാകുമ്പോഴേക്കും നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, പിന്നെ ഒരു ടോപ്പിക്ക് തന്നെ സമയം കൂടുതൽ വേസ്റ്റ് ചെയ്യാനും പാടില്ല. അതായത് എനിക്ക് അറിയാത്തതായതുകൊണ്ട് ഞാൻ ആ വിഷയം തന്നെ നന്നായിട്ടൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ളതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരുന്നാലും അതും നമ്മുടെ പഠനത്തെ ബാധിക്കും. മറ്റൊരു കാര്യം പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പരമാവധി ആൾക്കാരും മറ്റു സബ്ജക്റ്റുകളൊക്കെ ചെയ്യുന്നവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കും, ഒരുപാട് സമയം അതിന് ചെലവഴിക്കും, ഫസ്റ്റ് പേപ്പറിനെ നെഗ്ലക്ട് ചെയ്യും. ആ ഒരു സമയത്തും നമ്മുടെ വിൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് പ്രോബബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് JRFന് വേണ്ടിയിട്ട് 1 or 2% അല്ലെങ്കിൽ ബിലോ 1% JRF മിസ്സാവുന്നവര് ഉണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പേപ്പർ 1 കൊടുക്കുന്ന അൺഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. രണ്ടിലും ഈച്ച് സബ്ജക്റ്റിലും നമുക്ക് വരുന്നത് 10 യൂണിറ്റുകളാണ്. ഈ 10 യൂണിറ്റുകൾ ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിനും ടോപ്പിക്കിനും എത്ര തവണ ഞാൻ ഇതൊക്കെ ഒന്ന് ഒരു ഫസ്റ്റ് ടൈം റിവിഷൻ നടത്തി, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഞാൻ ഒന്ന് നന്നായിട്ട് തറോ ആക്കി പഠിച്ചു, അങ്ങനെയുള്ള നല്ലൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ടൈം മാനേജ്മെന്റോട് കൂടിയിട്ട് 2 പേപ്പറും ബാലൻസോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് അനാലിസിസ് എന്നുള്ള സെഷനും ഭയങ്കര ഭംഗിയായിട്ട് നിങ്ങളുടെ എക്സാമിനെ സഹായിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കും ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞാനൊന്നും എന്റെ പരിശ്രമം ഇല്ലാത്തത് കൊണ്ടാണല്ലോ എനിക്ക് JRF മിസ്സായത്, അതല്ലെങ്കിൽ നെറ്റ് കിട്ടി പക്ഷെ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് JRF ഡെഫിനറ്റ്ലി കിട്ടുമായിരുന്നല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധത്തിന് റിഗ്രഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഇടവരുത്തരുത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഓഫ് പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതൊരു നെറ്റ് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതും അത് ഇത്ര ടൈം ബൗണ്ട് ആയിട്ടുള്ള സമയത്ത് ഇത്രയധികം ക്വസ്റ്റ്യനുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും എല്ലാത്തിനും സഹായിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ. അപ്പൊ അത് മാക്സിമം അറ്റൻഡ് ചെയ്യാം, ആ ഒരു പാറ്റേൺ തന്നെ ചെയ്യുക. ഇത്ര സമയത്തിനുള്ളിൽ നെറ്റ് എക്സാം നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ദിവസവും നിങ്ങൾ 1 or 2 മോക്ക് ടെസ്റ്റുകളെങ്കിലും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ സബ്ജക്ട് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങളും ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് എക്സാം ആവുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി നല്ല കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് നല്ല ഫെമിലിയർ ആയിട്ട് തോന്നും. നിങ്ങൾക്ക് പിന്നെ ചോദ്യപേപ്പർ കാണുമ്പോൾ അറിയാത്ത ചോദ്യങ്ങളിൽ പോലും എന്തെങ്കിലും ഒക്കെ ഒരു ഹിന്റ് ബ്രെയിനിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ വർക്കിന്റെ കേസിലാണെങ്കിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എക്സാമിന് എന്നാണെന്ന് പോലും കൺഫേം ആയിട്ടില്ല, അപ്പൊ അതുവരെ സമയമുണ്ടല്ലോ. പക്ഷെ കോമ്പറ്റിറ്റീവ് എക്സാം ആണ്. ഈ കോമ്പറ്റിറ്റീവ് എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഒരുപാട് പേര് ഇത് ഒരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0.05% മാത്രമാണ് ഈ നമ്മുടെ JRF കിട്ടുള്ളൂ. 6% മാത്രമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡോട് കൂടി തന്നെ എപ്പോഴും നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കുക. ഇത്രയും ആൾക്കാർ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് സിലബസിൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമാണ് എക്സാം എഴുതുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 0.05 എത്തിച്ചേരുക എന്നുള്ളത് അത്ര വലിയ കഠിനമായ യത്നമൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ്, അതായത് 20 മാർക്സ്
ഉറപ്പായിട്ടും കിട്ടും. കാരണം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ നമുക്ക് നമ്മുടെ അറിവ് പോലെ ചെക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, ആ ഒരു കുറെ പാരഗ്രാഫ്സ് ഇതുപോലെ നമ്മൾ വായിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് നല്ല ഇംഗ്ലീഷ് നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്ന് കറക്റ്റ് ഓപ്ഷൻ മനസ്സിലാക്കി എടുക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 20 മാർക്സ് നമുക്ക് മിസ്സാവൂല. അപ്പൊ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അസേർഷൻ റീസണിങ് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അസേർഷൻ റീസണിങ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫാക്ട് വായിച്ചു കഴിഞ്ഞാൽ, ആ ഒരു എന്താണോ സെന്റൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ, അതിന് പരസ്പരം കണക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മുടെ ആ ടോപ്പിക്കില് അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു സിലബസില് നല്ല വാസ്റ്റ് റീഡിങ്ങും ഡീപ്പ് നോളജും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗെങ്കിലും മതി ചില ക്വസ്റ്റ്യൻസിനൊക്കെ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന നേരത്തെ സൂചിപ്പിച്ച മാസ്റ്റർ ഫോളോവിങ്ങും കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ കറന്റ് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് എപ്പോഴും ഒരു ഡിജിറ്റൽ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റിവിഷൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ. അതുപോലെ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് വീഡിയോസ് നമ്മൾ വളരെയധികം സമയം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവേണ്ടവരാണ് കേട്ടോ. സോഷ്യൽ വർക്ക് പ്രത്യേകിച്ചും കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആള് എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ച് ഈച്ച് ആൻഡ് എവറി മീറ്റ് ഈസ് ഉള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയും PG പാഠശാലയും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനിയും ഓക്കെ, കണക്ഷൻ ഓക്കെ അല്ല. എനിവേ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ദീക്ഷയെ പോലത്തെയൊക്കെയുള്ള നല്ല യൂട്യൂബ് വീഡിയോസ്, അതുപോലെ പേപ്പർ 1 ആണെങ്കിലും സോഷ്യൽ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ സൗകര്യത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിൽ നിങ്ങൾക്ക് സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അവൈലബിൾ റിസോഴ്സസ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി വരുന്നത് കട്ട് ഓഫിനെ കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ പരമാവധി ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉള്ള ഭാഗമായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ കട്ട് ഓഫ് എന്ന് പലരും ചോദിക്കാറുണ്ട്. സോഷ്യൽ വർക്കിന്റെ ആണെങ്കിലും ഏതൊരു എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷത്തോളം ആളുകൾ എഴുതുന്ന എക്സാമിന് 6% മാത്രമാണ് നെറ്റ് കിട്ടുന്നത്. അതല്ലെങ്കിൽ 0.05 JRF കിട്ടുന്നത്. അപ്പൊ അത്രയും ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് അവിടെ ഫിക്സ് ചെയ്യാണ്. തീരുമാനിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജനറൽ കാറ്റഗറിക്ക് JRFന് വരുന്നത് കഴിഞ്ഞ ഡിസംബറിലേത് 62ഉം 2019 62.67 ആയിരുന്നു. അതേസമയം അത് OBCക്ക് 58ഉം SC 56ഉം ST 54ഉം ആണ്. അപ്പൊ ഈ ഒരു പെർസെന്റേജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പേപ്പർ 1ലും പേപ്പർ 2ലും കൂടി കമ്പൈൻഡ് ആയിട്ട് ഇത്രയും മാർക്ക് നമ്മൾ പെർസെന്റേജ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ക്വാളിഫൈ JRF. ആൻഡ് 55 ആണ് 2019 ഡിസംബറിലെ പ്രൊഫസറുടെ കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഓരോ ഇയറിലും ഒരു സിമ്പിൾ വേരിയേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ചെറിയ തോതിൽ മാത്രമാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് 2019 53 ആയിരുന്നു, അത് ഡിസംബർ ആയപ്പോഴത്തേന് 50 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ കുറയാനും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രീവിയസ് കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമുക്കൊരു എയിം കിട്ടുമല്ലോ. ഈ ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അങ്ങനെ JRFന്റെ ഇപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു കട്ട് ഓഫ് എത്രയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അതിനെക്കാട്ടിലും നല്ലൊരു സ്കോർ തന്നെ എയിം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് JRF കിട്ടാതെ പോവില്ല. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന പോലെ നമ്മുടെ പേപ്പർ 1-ലും പേപ്പർ 2-ലും കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും റിസർച്ചിന്റെ ടോപ്പിക്കിൽ നിന്നും അതുപോലെ സോഷ്യൽ പോളിസീസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ വരുന്നത് എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കറന്റ് അഫയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് 2 പേപ്പറിൽ നന്നായിട്ട് ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് സ്ട്രെസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 2-ലും നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോ, എനിക്ക് ഉറപ്പുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കണേ. എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഞാൻ പറയാണ്, ഹയർ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് എന്തായാലും ഈ തിയറീസും കാര്യങ്ങളൊക്കെ കുറച്ച് ട്രെയിൻ എടുത്തിട്ടാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ JRFന്റെ പുറമെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും ഈ അറിവുകളൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്റെ സെഷന് അനീസ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. താങ്ക് യു ആൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു അമാനി. നമ്മള് ഇനീഷ്യലി എന്താണ് ഒരു സോഷ്യൽ വർക്കിന്റെ സിഗ്നിഫിക്കൻസ്, എങ്ങനെയാണ് നിങ്ങൾ സോഷ്യൽ വർക്കിന് പ്രിപ്പയർ ചെയ്യേണ്ടത് പോലെയുള്ള കാര്യങ്ങളാണ് അമാനിയുടെ ഭാഗത്തിൽ നിന്ന് ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതായത് സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ സെഷന്റെ ഒരു ഫൈനൽ ആസ്പെക്ടിലേക്ക് നമ്മൾ പോവാണ്. വി ആർ മൂവിങ് ടു ദ ഫൈനൽ ആസ്പെക്ട് ഓഫ് അവർ സെഷൻ. സോ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം വി ആർ ജസ്റ്റ് ഡിസ്കസിങ് ഹൗ ദ സിസ്റ്റം വർക്ക് എന്നുള്ളൊരു സംഭവം കൂടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ദീക്ഷയുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു മെക്കാനിസം കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, ഒരുപാട് കുറച്ച് ഡൗട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഡൗട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. സംതിങ് ലൈക്ക് കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് പോലെയുള്ള സംഭവങ്ങൾ, അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഒരു ഹൗ ദീക്ഷ വർക്ക്സ് എന്നുള്ള ഒരു ആസ്പെക്ട് പറഞ്ഞതിന് ശേഷം പേപ്പർ 1 ആസ്പെക്ടിലേക്ക് നമ്മൾ പോകും. ആ സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി ഓൾ യുവർ ഡൗട്ട്സ്. സോ അപ്പം അമാനി പറഞ്ഞൊരു ആസ്പെക്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി ഡൗട്ടില്, വെൻ ദ നെക്സ്റ്റ് എക്സാം ഈസ് എക്സ്പെക്ടഡ് ടു ബി ഹാപ്പൻ. ഓക്കെ, അടുത്ത എക്സാം എന്നാണ് ഉണ്ടാവുക എന്നുള്ള ഒരു കൺസേൺ പലരും ചോദിച്ചു. അത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഒക്ടോബർ, ഇറ്റ് ഷുഡ് ബി ഇൻ ദ നവംബർ എന്നുള്ളതൊക്കെ. ടെക്നിക്കലി സ്പീക്കിംഗ്, ദീക്ഷ ഓൾസോ ഡോണ്ട് നോ റിഗാർഡിംഗ് ദാറ്റ്. നമുക്ക് ഈ അടുത്ത കാലത്ത് CSIR നെറ്റുമായി ബന്ധിട്ട് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടെക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് സപ്പോസ് ടു ബി ഹാപ്പൻ ഇൻ നവംബർ എന്നുള്ള രീതിയിലൊക്കെ. അതേസമയം നീറ്റിന്റെ ആസ്പെക്ട്, ഓക്കെ, നീറ്റിന്റെ സംഭവങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീറ്റിന്റെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 13 നീറ്റിന്റെ ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ എനി ടൈം ആഫ്റ്റർ ദ സെപ്റ്റംബർ, ഓക്കെ, എനി ടൈം ഒക്ടോബർ നവംബറിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്ത്യയുടെ സ്ഥിതി കൂടുതൽ വേഴ്സൺ ചെയ്യുന്നത് കൊണ്ട് സെപ്റ്റംബറിലുള്ള ഒരു എക്സാമിന് സാധ്യത കുറവാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് അഗെയിൻ ദർ ഈസ് ഇന്നൊക്കെ പത്രത്തിൽ ടോക്ക് അബൌട്ട് എ ഫർദർ നാഷണൽ വൈഡ് ലോക്ക്ഡൌൺ എന്നൊക്കെയുള്ള ഒരു വാർത്ത ഇന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. സോ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബറിലൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സാം ഡേറ്റ് നമ്മൾ ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്. അഗെയിൻ ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പെക്ടേഷൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി, ഹെൽത്ത് ആസ്പെക്ട് ഒക്കെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ഫൈനൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതോടൊപ്പം ചോദിക്കുന്ന ഒരു കേസാണ്, ഇതും ഒരു ഡിസംബറിലെ എക്സാമും മിക്സ് ആവുമോ, അല്ലെങ്കിൽ ഡിസംബർ എക്സാം ക്യാൻസൽ ചെയ്യുമോ? ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഒരു ഒക്ടോബർ നവംബറിലാണ് ഈ എക്സാം നടക്കുന്നതെങ്കിൽ പിന്നീട് ഡിസംബറിൽ എക്സാം ഉണ്ടാവാൻ സാധ്യതയില്ല. ബട്ട് അവരെ ഡിസംബറിലെ എക്സാം ഓവറോൾ അങ്ങ് സ്കിപ്പ് ചെയ്യുമോ, അതോ ഡിസംബറിലെ ഒരു എക്സാം ഇഫ് ബൈ ഡിസംബർ ടൈം നമ്മൾ ഇഷ്യൂസ് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജാനുവരി ഫെബ്രുവരിയിലേക്ക് ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദ ഹോൾ സിസ്റ്റം നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹെൽത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എക്സാം നടത്തുക എന്നുള്ളത് NTA ഉത്തരവാദിത്തമാണ്, ഓർ ദ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദാ വിൽ മേക്ക് ഷുവർ അവർ അതിനുള്ള പ്രയോറിറ്റി കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു കേസിൽ ചെയ്യേണ്ടത്, ഞാൻ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറയാറുണ്ട്, യു ഹാവ് 2 ഓപ്ഷൻസ്. ഓക്കെ, 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. മേ ബി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കേസിൽ പലരും പറയുന്ന പോലെ ഹൈലി ആംബിഗ്യസ് ആണ്, ഈ ഒരു ടൈമിൽ എന്നാണ് എക്സാം എന്ന് അറിയില്ല. ഓക്കെ,
ഇനി എന്താ പറയാ എത്രത്തോളം എന്നൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് നമ്മുടെ ജാക്മാന്റെ കീഴിലുള്ള ഫേക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ 2019-20 ജീവിച്ചിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്മായുടെ ഒരു ഫേക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഒക്കെ ഫ്യൂച്ചർ കേസിൽ ഫേക്ക് മെസ്സേജ് പോട്ടെ. ഡെഫിനറ്റ്ലി സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം when it comes to our academics, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് അറിയുള്ളൂ, ആഫ്റ്റർ നെറ്റ് എക്സാം ഇസ് ഗോയിങ് ടു ഹാപ്പൻ. നെറ്റ് എക്സാം എങ്ങനെയാലും നടക്കാൻ പോകുന്നുണ്ട്. സോ ആ സമയത്ത് ചിലപ്പം എക്സാം കഴിഞ്ഞ് റിസൾട്ടും വരും. റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യു ഹാവ് 2 ഓപ്ഷൻസ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഓക്കെ നെറ്റ് എക്സാമിന്റെ സമയത്ത് പ്രിപ്പറേഷൻ സമയത്തായിരുന്നു കോവിഡ്, ദ ഹോൾ സിസ്റ്റം വാസ് ഇൻ കെയോസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റിയിൽ ആയിരുന്നില്ല ഞാൻ. സോ ഐ വാസ് അൺആബിൾ ടു പ്രിപ്പയർ വെൽ, ദാറ്റ്സ് ദ റീസൺ വൈ ഐ ഡിഡ്ന്റ് ക്വാളിഫൈഡ് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്താം. അല്ലെങ്കിൽ രണ്ടാമത് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്താം അല്ലെ, ഇൻ അമിഡ്സ്റ്റ് ഓഫ് ഓൾ ദോസ് ചാവ്സ്, അല്ലെങ്കിൽ ആ എല്ലാ കോവിഡ് ക്രൈസിസിന്റെ കൂടെ തന്നെ പഠിച്ചിട്ട് JRF ഹോൾഡർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന്. കാരണം നമുക്ക് MTA ചരിത്രം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ലോക പരീക്ഷകളുടെ ചരിത്രം തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയധികം വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാതെ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്കൊക്കെ. ഓൾമോസ്റ്റ് അതിനുവേണ്ടി ലീവ് എടുത്തവരെന്ന് പോട്ടെ, അല്ലാതെ ഒരു അടുത്ത് നിങ്ങൾ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് വെൽ, യു ഹാവ് ബീൻ സ്റ്റാർട്ടിംഗ് ദ പ്രിപ്പറേഷൻ 3 or 4 or 5 months ബാക്ക്. ഇനിയും ഒരു 2 or 3 months യു സ്റ്റിൽ ഹാവ് ഫോർ ദ പ്രിപ്പറേഷൻ ആസ്പെക്ട്. അപ്പം ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ട് പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ട്രൈ ടു യൂസ് ദാറ്റ് വൺ. പൊതുവെ അപേക്ഷിക്കുന്നവരിൽ കൂടുതൽ അപേക്ഷ ഇപ്രാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കട്ട് ഓഫ് വളരെ കൂടുതലാകാനും അല്ലെങ്കിൽ എക്സാം എഗെയിൻ കൂടുതലാകാനുള്ള ഒരു സാധ്യത, ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ അറ്റൻഡ് ചെയ്തു എന്ന് കരുതിയിട്ട് കട്ട് ഓഫ് കൂടണമെന്നില്ല. കട്ട് ഓഫ് കൂടണമെന്നുണ്ടെങ്കിൽ ആ കീ ആയിട്ടുള്ള ആ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകള് കൂടിയാൽ മാത്രമേ വരുള്ളൂ. അത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അവരെല്ലാ തവണ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് കട്ട് ഓഫ് എന്നുള്ളത് നോർമലി നമ്പറിനോടൊപ്പം തന്നെ സീരിയസ്ലി പ്രിപ്പയറിംഗ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുന്നതും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട്, ഇത്രയധികം ആളുകൾ ഇപ്രാവശ്യം അപ്ലൈ ചെയ്യാനുള്ള സാധ്യത അറൌണ്ട് 3.5 months, 3 മാസം അല്ലെങ്കിൽ അതിലധികം സമയം അപ്ലൈ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആളുകളൊക്കെ കൂടുതൽ ലോക്ക്ഡൌണിലായിരുന്നു. ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൗണ്ട് ഡൗൺ പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടുള്ള ഒരു നമ്മളിപ്പം ഒരു സെർച്ചും കൂടി ഇതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു സെർച്ച് 2-3 മാസം ഇങ്ങനെ നെറ്റിന്റെ ഡേറ്റ് ഇങ്ങനെ നീണ്ടു വന്ന സമയത്തും ആയിരിക്കാം 10 lakh. നോർമലി 8 lakhs ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 lakh ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. പോട്ടെ. സോ കമ്മിങ് ടു അവർ പോയിന്റ്, what I am going to discuss within the next 10 maximum 15 minutes. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് അമാനി പറഞ്ഞു. ഹൗ ദി സിസ്റ്റം ഹാസ് ടു വർക്ക്, ഹൗ യു ഹാവ് ടു പ്രിപ്പയർ, ഹൗ യു ഹാവ് ടു ഗോ ത്രൂ ദ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ എറ്റ്സെട്ര. ഇനി നമുക്ക് പറയാനുള്ളത് ആഫ്റ്റർ ഓൾ ഫൈനലി ദീക്ഷ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി പറയാനുണ്ട്. സോ അമാനി പറഞ്ഞ ഒരു ആസ്പെക്ടുകൾക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് വരികയാണ്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എപ്പോഴും പറയാറുണ്ട് ദി ബെസ്റ്റ് വേ, സപ്പോസ് സോഷ്യൽ വർക്കിൽ ഒരു വർഷം അറൌണ്ട് 100 ആളുകൾക്ക് നെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, കൺസിഡർ 100 ആളുകൾക്ക് JRF കിട്ടുന്നുണ്ടെങ്കിൽ, യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സോഷ്യൽ വർക്കിലെ 100 ആളുകളിൽ ഒരാൾ നിങ്ങളായിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സോഷ്യൽ വർക്കിന്റെ 100 ഒരാൾ നിങ്ങളാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു അസംഷൻ ഉണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ അതാവാൻ ശ്രമിക്കണം. അതാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സിലബസ് പഠിക്കുന്ന 100 ആളുകളിൽ ഒരാൾ നിങ്ങളായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളായിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ നിങ്ങളായിരിക്കണം. ദാറ്റ്സ് എ സൊല്യൂഷൻ. അതാണ് നമുക്ക് JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിന് നമുക്ക് കൊടുക്കാനുള്ള, നമുക്ക് പറയാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ. അതിനപ്പുറത്തേക്ക് ഒരു സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് എന്നുള്ളതിന്റെ പല കാരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി സിമ്പിൾ ആയിട്ട് എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് സ്മാർട്ട് വർക്ക് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സോഷ്യൽ വർക്ക് പഠിക്കുന്ന, സപ്പോസ് 100 കുട്ടികളാണ് JRF, ഇല്ലെങ്കിൽ അറൌണ്ട് 60-70 അത്ര കുട്ടികളിൽ ഒരാൾ നിങ്ങളാവണം.
ഓക്കെ എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോ അതിന് വേണ്ടിയിട്ട് ദീക്ഷ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ദീക്ഷ is starting a paper 1 live paper 1 live classroom already start ചെയ്തു. We have a social workന്റെ ലൈവ് ക്ലാസ് റൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ വർക്കിന്റെ ലൈവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വിത്ത് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായിട്ട് തന്നെ സോഷ്യൽ വർക്കിന്റെ ഹോൾ ടോപ്പിക്സ് വിത്തിൻ 100+ hours 100 മിനിമം ആണ്, 100+ hours കവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ബൈ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതിൽ എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. പേപ്പർ 1ന്റെ ലൈവ് ക്ലാസ് റൂം, Diksha has a paper 1 complete online course in the English medium and paper 1 live classroom in the Malayalam medium is ongoing. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേപ്പർ 1 ലൈവ് ക്ലാസ് റൂം. ലൈവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഹോൾ ക്ലാസ്സസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ 100+ hours ലൈവ് ആയിട്ട് സൂം വഴി അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇനീഷ്യലി സൂം വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വീക്കെൻഡ്സിൽ ആഫ്റ്റർനൂൺ ആയിട്ടാണ് പേപ്പർ 2യുടെ ക്ലാസ് വരുന്നത്. വീക്ക് ഡേയ്സിൽ ആഫ്റ്റർനൂൺ ആണ്, വീക്ക് ഡേയ്സിൽ മോർണിംഗ് ആയിട്ടാണ് നമ്മൾ പേപ്പർ 1ന്റെ ക്ലാസ്സുകളും വരുന്നത്. സോ ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ദീക്ഷയുടെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. പേപ്പർ 1ന്റെയും സോഷ്യൽ വർക്കിന്റെയും ലൈവ് ക്ലാസ് റൂം. ഈ ലൈവ് ക്ലാസ് റൂമിന് നേരിടുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് ബുദ്ധിമുട്ട് എന്നുള്ളത് ബേസിക്കലി ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് കോളേജ് ക്ലാസ് സംഭവങ്ങളുടെയോ കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം. സോ ആ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കേസ്, ദ ഹോൾ ദീക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം വീഡിയോ റെക്കോർഡഡ് ആണ്. അതിന്റെയൊക്കെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആണ്. ദ ഹോൾ റെക്കോർഡിംഗ്സ് വിൽ ബി അവൈലബിൾ ഇൻ അവർ ദീക്ഷ ക്ലാസ് റൂം ആപ്പ് ഫോർ ദ നെക്സ്റ്റ് 1 year. ഓക്കെ, സോ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മളൊരു ലൈവ് ക്ലാസ് റൂം സെഷന് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട് ബൈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ പ്രോഗ്രസ് റിപ്പോർട്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 22ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഫസ്റ്റ്ലി കംപ്ലീറ്റ് സിലബസ് ഡിസ്കസ് ചെയ്യും. ഇൻ 100+ മിനിമം 100 മണിക്കൂറുള്ള സെഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെഷൻ കൂട്ടുന്നതായിരിക്കും. 22 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 22 പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് NTA നെറ്റിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വെൻ ഇറ്റ് കംസ് ടു പേപ്പർ 1 നമുക്ക് 57 പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, 57 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പൊ ആരോ ചോദിച്ചിരുന്നു ഹൗ ടു ഗെറ്റ് മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ഓൺലൈൻ എന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റ് കുറച്ച് അവൈലബിൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത UGC വെബ്സൈറ്റിൽ ഇപ്പം അവൈലബിൾ അല്ല. ഇപ്പൊ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തൊട്ട് ഷിഫ്റ്റ് ആയിട്ടാണ് NTA എക്സാം നടത്തുന്നത്. ഓക്കെ, 10 ഷിഫ്റ്റ് ഓഫ് ഡിസംബറിൽ. ഈ ഷിഫ്റ്റിന്റെ എക്സാം NTA വെബ്സൈറ്റിൽ അല്ലെങ്കിൽ UGC വെബ്സൈറ്റിൽ ഇതുവരെ അവർ ഔട്ട് ആക്കിയിട്ടില്ല. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവർ ഔട്ട് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവർ ഔട്ട് ആക്കിയിട്ടുള്ളത്. കുറച്ച് ഡൗട്ട്സ് വരുന്നുണ്ട്, ഞാൻ അവസാനം അത് ക്ലിയർ ചെയ്യാം. സോ പേപ്പർ 2 സോഷ്യൽ വർക്കിൽ നമ്മൾ 22ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 22 പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാക്ട് NTA നെറ്റ് പാറ്റേണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ആരൊക്കെ പറഞ്ഞു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഏതാണ്, ഡിജിറ്റൽ ലേണിംഗിന് പറ്റുന്ന ഏതാണ്? സോ ബേസിക്കലി യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും യൂട്യൂബ് ഒന്നും കംപ്ലീറ്റ് അല്ല. നിങ്ങൾക്ക് ഒരു സോഷ്യൽ വർക്കിന്റെ കംപ്ലീറ്റ് സിലബസ് യൂട്യൂബ് വഴി നോക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല എത്രത്തോളം അതൊരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു നോളജ് വെച്ച് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടി വരും. ഏതാണ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി യൂട്യൂബ് ഹാസ് റിസോഴ്സസ് ഓൺ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ്. പക്ഷെ ആർക്കും അതിൽ റിസോഴ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് അക്കാഡമിക് ആസ്പെക്റ്റിൽ അത് എത്രത്തോളം എക്സാമിന്റെ ഒരു സ്റ്റാറ്റസുമായിട്ട് ക്രെഡിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടാവേണ്ടി വരും. സോ ദീക്ഷയുടെ ആസ്പെക്ട്, ദീക്ഷ ഹാസ് ടു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ദീക്ഷ ലേണിംഗ് ആപ്പ്, ദീക്ഷ ക്ലാസ് റൂം ആപ്പ് എന്നുള്ള 2 ആപ്പ് ഉണ്ട്. ദീക്ഷ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ ആപ്പ് ആണ്. യു ക്യാൻ ഡൗൺലോഡ് ഫ്രം ദ ആപ്പ് സ്റ്റോർ ഓർ പ്ലേ സ്റ്റോർ. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം. ഈ ടെസ്റ്റ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇതിൽ യു ക്യാൻ ഗോ ടു ദ ടെസ്റ്റ് റീജിയൺ. ആ റീജിയനിൽ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, യു ഹാവ് എ ഫ്രീ 2 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ആഫ്റ്റർ യു അറ്റൻഡ് എ മോക്ക് ടെസ്റ്റ് യു വിൽ ഹാവ് എൻ അനലിറ്റിക്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. exact NTA net formatilയിരിക്കും. You will be having a question. Okay, this will be 100 question, not visited, marked for review. Okay, പോലെയുള്ള കുറെ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാം. എക്സാക്ട് മുമ്പത്തെ NTA net എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സാക്ട് ഫോമാറ്റിലുള്ള
ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. വൺസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് ഇപ്പം തന്നെ ആഫ്റ്റർ ദ സെഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഫ്രീ ട്രയൽ നോക്കട്ടോ. ദർ ഇസ് എ ഫ്രീ മോക്ക് ടെസ്റ്റ്, 2 മോക്ക് ടെസ്റ്റ്. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിക്ഷ ഹാസ് എൻ എക്സ്ക്ലൂസീവ് ഡീപ്പ് അനലിറ്റിക്സ് സിസ്റ്റം. ഒരു ഡീപ്പ് അനലിറ്റിക്സ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിഫറെന്റ് അനലിറ്റിക്സ് കിട്ടും. ലൈക്ക് ടോട്ടൽ സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തു, ടോട്ടൽ മാർക്സ്, ടോട്ടൽ ടൈം, ടോട്ടൽ ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ക്വസ്റ്റ്യൻ, പെർസെന്റേജ്, റാങ്ക്, മാർക്ക് സെക്യൂർ, ടൈം ടേക്കൺ പോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കേസ് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ വൺ അമംഗ് ദി ബെസ്റ്റ് ആണ്. ഇപ്പൊ ഇതിലെ ഏറ്റവും ഒരു ടോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. സോ നമ്മളെ ആപ്പിൽ കമ്പാരിസൺ വിത്ത് ടോപ്പർ, ഫസ്റ്റ് റാങ്ക് ഹോൾഡറുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ടോപ്പിക് വൈസ് കമ്പാരിസൺ. ഇപ്പൊ പേപ്പർ 1 ആണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച്, ഓരോ പരീക്ഷയിലും നിങ്ങൾക്ക് ഓരോരോ പേപ്പറിൽ എത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്, ഓരോരോ ടോപ്പിക്കിൽ എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത് പോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനലിറ്റിക്സ് നിങ്ങൾക്ക് കിട്ടും. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് അവൈലബിൾ ആയിരിക്കും നമ്മൾ ആപ്പ് വഴി. ഇത് ആപ്പും ആണ്, അതേസമയം വി ഹാവ് വാട്ട് വി കൻ സേ ലാപ്പിലും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ലാപ്പിലും അറ്റൻഡ് ചെയ്യുക, ആപ്പിലും അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ലാപ്പിൽ കാണാം, ആപ്പിൽ കാണാം. കംപ്ലീറ്റ് ഫുൾ മോക്ക് ടെസ്റ്റ് ടെൻത്ത് ഉണ്ടാവും. ഓക്കെ, സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, 1000-ലധികം ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ദെൻ വി ഹാവ് എ പേഴ്സണലൈസ്ഡ് പ്രോഗ്രസ് ട്രാക്കിംഗ് സിസ്റ്റം. പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ഏത് ടോപ്പിക് എത്രത്തോളം പഠിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഒരു വീക്ക് ഏരിയ കിടക്കുന്നത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രാഫിക്കൽ അനലിറ്റിക്സ്, ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഗ്രാഫിക്കൽ അനലിറ്റിക്സിന്റെ ഭാഗമായിട്ട് കിട്ടും. JRF നെറ്റ് ക്വാളിഫൈയിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ള ബേസിക്കലി നമ്മുടെ ഒരു കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദീക്ഷയുടെ ലൈവ് സോഷ്യൽ വർക്ക് ക്ലാസ് റൂം എന്നുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെയും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കേസ് എന്താ വെച്ചാൽ ഈ റെക്കോർഡിങ്സ്, ഈ എക്സാം എത്ര ടൈം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇറ്റ് വിൽ ബി അവൈലബിൾ ഫോർ നെക്സ്റ്റ് 1 year. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നെ JRF കിട്ടട്ടെ. ഇൻ കേസ് നിങ്ങൾ അത് ഫർദർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നവംബറിൽ നടക്കുകയാണെങ്കിൽ നവംബറിൽ, സപ്പോസ് ഡിസംബറിൽ എക്സാം ഒരു ജനുവരിയോ ഫെബ്രുവരിയിലോ നടക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ, നെക്സ്റ്റ് ജൂൺ എക്സാം, നെക്സ്റ്റ് 3 എക്സാംസിന് ഫോർ ദ കംപ്ലീറ്റ് 1 year ഹോൾ വീഡിയോ റെക്കോർഡിങ്സ്. പേപ്പർ 1 ഉണ്ടെങ്കിൽ 100+ അവേഴ്സിന്റെ പേപ്പർ 1ഉം, പേപ്പർ 2 ആണെങ്കിൽ 100+ അവേഴ്സിന്റെ പേപ്പർ 2ന്റെയും കംപ്ലീറ്റ് വീഡിയോസ്, ഓക്കെ, കംപ്ലീറ്റ് സാമ്പിൾ ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. നിങ്ങൾക്ക് അന്ന് രാത്രി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആപ്പിൽ ഈ വീഡിയോ അവൈലബിൾ ആയിരിക്കും എനി നമ്പർ ഓഫ് ടൈംസ്. ഇപ്പൊ പേപ്പർ 1 ഒക്കെ ആണെങ്കിൽ പ്രമാണ, സനുമാന പോലെയുള്ള സംഭവങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് എത്രയും തവണ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓരോ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ എവ്രിതിങ് വിൽ വർക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അനലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം ആയിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, ദെൻ വി ആർ ആൾസോ ഈ പാഠശാല മെറ്റീരിയൽസ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് യൂസ്ഫുൾ. ബട്ട് ഈ പാഠശാല ഒന്നും ഒരു NTA നെറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽ അല്ല. നല്ല മെറ്റീരിയൽ ആണ്, ഒരു PG ലെവൽ സിലബസിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിലും നിങ്ങളെ സിലബസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സിലബസിൽ NTA നെറ്റിന്റെ സിലബസിൽ വരുന്നത് ഈ പാഠശാലയെ നോക്കിയിട്ട് നിങ്ങൾ കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്നുള്ളതാണ്. അതൊരു നെറ്റ് എക്സാമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് ആസ് എ ക്വാളിറ്റി ഇറ്റ്സ് ഗുഡ് വൺ. ഗുഡ് ഫാക്കൽറ്റീസ് തന്നെയാണ് അത് കവർ ചെയ്യുന്നത്, ഈ പാഠശാല സംഭവങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ ദാറ്റ് ആസ്പെക്ട്, ദാറ്റ്സ് വൺ. അതോടൊപ്പം തന്നെ ദീക്ഷ ഫ്രീ ആയിട്ടും ഉള്ള ദിസ് പേപ്പർ 1 ലൈവ് ക്ലാസ് റൂം ആൻഡ് സോഷ്യൽ വർക്ക് ലൈവ് ക്ലാസ് റൂം ഓഫ് കോഴ്സ് ആർ പെയ്ഡ്. ബട്ട് നമ്മൾ ഫ്രീ ആയിട്ടും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പേപ്പർ 1ന്റെ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ഫ്രീ മെറ്റീരിയൽസ്, ഇന്റർവ്യൂസ്, വീഡിയോ ലിങ്ക്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ. ഇപ്പൊ പേപ്പർ 1ന്റെ കഴിഞ്ഞ 57 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് കീ, ആൻസർ കീ, ഓക്കെ, ഫ്രീ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അത് ഇന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റുകൾക്കും ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. സോഷ്യൽ വർക്കിന് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, 100-ലധികം മെറ്റീരിയൽസ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 100-ലധികം മെറ്റീരിയൽസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്കിന്റെ ബ്രോഡ്കാസ്റ്റിലൂടെ. സോ നിങ്ങൾക്ക് പേപ്പർ 1ന്റെ ഫ്രീ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ജോയിൻ ടു 9847478690. And if you want to join social work broadcast, send join social work to 7306721 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു ആസ്പെക്ടിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ
ഫർദർ എന്തെങ്കിലും പേപ്പർ 1 പേപ്പർ 2 ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ വിൽ ബി ആൻസറിങ്. സോ നമ്മുടെ സോഷ്യൽ വർക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഫ്റ്റർ ദ സെഷന് ശേഷം ഞാനൊന്ന് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ളവർ ബീങ് എ പാർട്ട് ഓഫ് ദ ടീം ഫോർ നെക്സ്റ്റ് whole year. We'll be covering whole topics and the whole videos will be available. Then ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഞാൻ പറഞ്ഞു, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവാം. പേപ്പർ 1 ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ദിക്ഷ ഈസ് ആൾസോ വൺ അമംഗ് ദ പ്ലാറ്റ്ഫോം. സോഷ്യൽ വർക്കിന് ഓൺലൈൻ ആയിട്ട് കൂടുതൽ പ്ലാറ്റ്ഫോം ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഗിളിൽ നോക്കിയിട്ട്. ബട്ട് ദിക്ഷ ഈസ് പ്രൊവൈഡിങ് കംപ്ലീറ്റ് സോഷ്യൽ വർക്ക് ക്ലാസ്സസ് ഓൺ എ ലൈവ് പ്ലാറ്റ്ഫോം. ലൈവ് പ്ലസ് ഓൺലൈൻ ആണ്. അതോടൊപ്പം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. കാറ്റഗറി വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യനും പേപ്പർ 1 അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ട്. സോ എനി മോർ ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ വി ഹാവ് ദ ഫീ ഡീറ്റെയിൽസ്. നമുക്ക് വരുന്നത് സോഷ്യൽ വർക്ക് ഞാൻ പറഞ്ഞു 100+ ഹവേഴ്സിന്റെ സെഷൻ ആണ്. ചിലപ്പോൾ 120, 130 ഒക്കെ ആവാട്ടോ, ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ്. മിനിമം 100+ ഹവേഴ്സ് ആണ്. സോ 100+ ഹവേഴ്സ് ഓഫ് these sessions. ഈ ഒരു സെഷൻസ് 100+ ടെസ്റ്റ്, 22 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 100+ സാമ്പിൾ സെറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടെ സോഷ്യൽ വർക്കിന് വരുന്നത്. ഇതിന്റെ കൂടെ ഈ ഒരു എക്സാംസും ഈ സാമ്പിൾ വീഡിയോസും എല്ലാം ആപ്പ് വഴി അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എത്രയും തവണ കാണാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ഈ ഫീ വരുന്നത് 6000 ആണ് സോഷ്യൽ വർക്കിന് ഫീ വരുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പേപ്പർ 1 ആസ്പെക്ടിലെ വരുമ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ദ 100+ hours ഓഫ് ക്ലാസ്സുകൾ ഉണ്ട്. കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ട്. 200-ലധികം സാമ്പിൾ സെറ്റ് ഉണ്ട്. 20-ലധികം മോക്ക് ടെസ്റ്റ് ഉണ്ട്. 57 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 57 പ്രീവിയസ് ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് അങ്ങനെ 120-ലധികം കാറ്റഗറി ആക്കിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഈ 6000-ലധികം ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എവറിത്തിങ് അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് 1 year. പേപ്പർ 1 ഫീ വരുന്നത് 5000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 11,000 ആണ് ഫീ വരുന്നത്. ബട്ട് ഇഫ് യു ആർ ജോയിനിങ് ഫോർ ബോത്ത് ദ ഫീ ദർ ഇസ് എ ഡിസ്കൗണ്ട് ഓഫ് 2000. ഫീ ഈസ് 9000. ഫീ എന്നുള്ളത് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ 9000 ആണ്. പേപ്പർ 1 to 2 week ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൾ റെക്കോർഡിംഗ്സ് ആർ അവൈലബിൾ. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെയും എല്ലാ സംഭവങ്ങളുടെയും റെക്കോർഡിംഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ലെറ്റ് us know. നിങ്ങൾക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ 2 നമ്പറിൽ ഏത് നമ്പറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മൈസെൽഫ് അനീസ് പൂത്തി, ഞാൻ സൈക്കോളജി JRF ഹോൾഡർ ആണ്. ദിക്ഷയുടെ പേപ്പർ 1 അക്കാഡമിക് ഹെഡ് ആണ്. ദിസ് ഈസ് മൈ നമ്പർ. മൈസെൽഫ് അനീസ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ ഓൾസോ കോൺടാക്ട് ഇൻ വാട്സ്ആപ്പ്. ദിസ് ഈസ് ആൾസോ ദിക്ഷ ഓഫീസ് നമ്പർ. ഈ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏത് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പേപ്പർ 1 ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് കോഴ്സ്, പേപ്പർ 1 കോഴ്സ് പോലെയുള്ള സംഭവങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എനി മോർ ഡൗട്ട്സ്? സോ ഇഫ് ദർ ഈസ് നോ മോർ ഡൗട്ട്സ്, കൂടുതൽ ഡൗട്ടുകളും ഒന്നും ഇല്ലെങ്കിൽ വിൽ ബി വൈൻഡിങ് അപ്പ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സം ടൈം യു വിൽ ബി നോയിങ് ദാറ്റ് വി ഹാവ് എ സെഷൻ അറ്റ് 12 o'clock. നമുക്കൊരു ഇംഗ്ലീഷിന്റെ വെബിനാർ ഉണ്ട്. JRF holders and others will be dealing with that in the English medium. അതുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ ഗോ ത്രൂ, നിങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോവാ. നിങ്ങളെ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ഫ്യൂച്ചർ ഡീറ്റെയിൽസ് ഇടാം. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ബീങ് എ പാർട്ട് ഓഫ് ടീം, നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യുക. റെക്കോർഡഡ് വേർഷൻ ഓഫ് ദി ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റെക്കോർഡഡ് വേർഷൻസ് വി ഹാവ് എ സ്പെഷ്യൽ ആപ്പ്. ദിക്ഷ ക്ലാസ് റൂം എന്നുള്ള ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് എത്രയും തവണ അത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ ബി ദ വേ യു വിൽ ബി ഗെറ്റിംഗ് ദ റെക്കോർഡഡ് വേർഷൻ. ഇറ്റ്സ് നോട്ട് സൂം അല്ല, യൂട്യൂബ് സംഭവങ്ങളല്ല. ഈ ഒരു വെബിനാറിന്റെ വീഡിയോ വിൽ ബി അപ്ലോഡിംഗ് ഇൻ ദ യൂട്യൂബ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. That's it. Any more doubts? So that's it. We'll be winding up. See you again. Thank you.